ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് നമുക്ക് വഴങ്ങുന്നതാണോ എന്നൊരാൾ ചോദിച്ചു. പല ആളുകളും നമ്മുടെ കഴിഞ്ഞ രണ്ടാമത്തെ ബാച്ചിൽ കോഴിക്കോട് എന്നുള്ള ഒരു ചേച്ചി ചോദിച്ചു, എനിക്ക് 80 വയസ്സുണ്ട്, 80 വയസ്സായ എനിക്ക് ഇതിലെന്തെങ്കിലും പഠിക്കാനുണ്ടോ, അറിയാൻ കഴിയുമോ? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഒരു ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയ ആളാണ്, ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. കാലിനും സ്വാധീനമില്ലാത്ത ഒരാളാണ്, അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ സാധ്യമാണെന്നാണ് സജി സാർ പറഞ്ഞ മറുപടി. ഈ ഞങ്ങളും ഏകദേശം, പ്രത്യേകിച്ച് ഞാൻ, ഒരു 20,000 രൂപയിലധികം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി പല കോഴ്സുകളിൽ ചേർന്നിട്ടുണ്ട്. വളരെ വിശാലമായ ലോകത്ത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിശാലമായ ലോകത്ത് അനന്ത സാധ്യതകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും എൻ്റെ മൊബൈലിലോ അല്ലെങ്കിൽ എനിക്ക് ലാപ്ടോപ്പിലോ ചെയ്യാൻ കഴിയുന്ന എൻ്റെ മിനിമം ആവശ്യങ്ങൾ നടന്നു പോകുന്ന തരത്തിലേക്കുള്ള ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഫലം. മാത്രമല്ല, അടുത്ത് നമ്മൾ വീണ്ടും എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത്, യെസ്, നിങ്ങൾക്ക് നേരത്തെ 5,000 രൂപ തന്ന ആളുകൾക്ക് അടുത്ത കോഴ്സിൽ 3,000 രൂപ അടച്ചാൽ മതി, 15 ദിവസത്തെ കോഴ്സുണ്ട്, പിന്നെ 3 മാസത്തെ കോഴ്സുണ്ട്, ഇങ്ങനെ അതങ്ങ് നീണ്ടു പോകും. ഇത് ശാന്തിഗ്രാം കഴിഞ്ഞ 37 വർഷമായി സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പല മേഖലകളിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതിലെ ഒരു വിഭാഗമാണ് ശാന്തിഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ സിറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം. ഐടെക് എന്ന് പറയുന്നത് കേരളത്തിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ആദ്യം ആരംഭിക്കുമ്പോൾ ഇൻ്റർനെറ്റും ഇമെയിലും കമ്പ്യൂട്ടറും ഒക്കെ തുടങ്ങുന്ന കാലത്ത് ഇതുപോലെ തന്നെ വലിയ കോഴ്സ് ഫീസുകളൊക്കെ പഠിച്ച് സാധാരണക്കാരനായ ആളുകൾക്ക് അത് പഠിക്കാൻ സാഹചര്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ 6 മാസത്തെ കോഴ്സുകൾക്കൊക്കെ മാക്സിമം 600 രൂപ മുതൽ 1000 രൂപ വരെ ഈടാക്കിക്കൊണ്ട് കേരളത്തിൽ ആയിരക്കണക്കിന് കുട്ടികളെ സൗജന്യമായും ചെറിയ ഫീസിനുമൊക്കെ പഠിപ്പിച്ച് യോഗ്യരാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഐടെക്. അതിൻ്റെ ചെയർമാനാണ് അഡ്വക്കേറ്റ് സജു. ഒരു ജനകീയ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധനാണ്. ധാരാളം ഇന്നവേഷനുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഈ കോഴ്സിൻ്റെ കോർഡിനേറ്ററായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അധ്യാപകനായി നമുക്ക് കിട്ടിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരും വളരെ സന്തോഷപൂർവ്വമാണ് ഈ കോഴ്സ് പൂർത്തിയാക്കിയത്. അപ്പോൾ ഇന്ന് ഈ കോഴ്സ് നമ്മൾ നടത്തുന്നത് ഈ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് എന്തെങ്കിലും ചെറിയ ജ്ഞാനമുള്ളവരോ ഒന്നും അറിയാത്തവരോ, മിനിമം സജി സാർ സൂചിപ്പിച്ചതുപോലെ എഴുതാൻ അറിഞ്ഞുകൂടെങ്കിൽ പോലും വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ, അല്ല നമ്മുടെ ലാപ്ടോപ്പിലല്ല വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോ തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. മൊബൈലിലായിരുന്നാലും ഇമെയിലിലായിരുന്നാലും അതുപോലെ തന്നെ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു വിശാലമായ ലോകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ. അതോടൊപ്പം തന്നെ ഒരു കോഴ്സ് ശാന്തിഗ്രാം നടത്തുന്നതിൻ്റെ 4ാമത്തെ ബാച്ച് ഇതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ആരംഭിക്കുന്നുണ്ട്. അതും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പറയാം. ഇപ്പോൾ സജി സാറിനെ ഒപ്പം നിങ്ങളെ ഏവരെയും ഈ AI ലോകത്തേക്ക്, AI എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ പ്രയോജനം എന്താണെന്നും നമുക്ക് അതെങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് ലഘുവായ ഒരു വിവരണം നൽകുന്നതിന് വേണ്ടി സജി സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങളെല്ലാവരെയും ഈ വൈകിയ വേളയിൽ എന്ന് പറയുന്നില്ല, ഏകദേശം 63ഓളം ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സജി സാറിനെ സംസാരിക്കാൻ. അതെ, അപ്പൊ നമുക്ക് ഔപചാരികമായി ആരംഭിക്കാം. ഓക്കെ. അപ്പൊ ചില ആൾക്കാരുടെ ഫോണില് മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, അവയൊന്ന് ഓഫാക്കി വെച്ചാൽ നന്നായിരുന്നു. ബിജി സരസ്വതി മൈക്ക് ഓൺ ആണ്, ഓഫാക്കി. ഓക്കെ. അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് പുതിയ ഒരു കാര്യമൊന്നുമല്ല.
1960-കൾ മുതൽ തന്നെ ചിന്തിക്കുന്ന മിഷ്യനെ കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് പഠനങ്ങളൊക്കെ നടന്നിരുന്നു. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ പിന്നിൽ ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനി 2022 നവംബർ മാസത്തിൽ അവിടെ ChatGPT എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പുറത്തിറങ്ങിയതുകൊണ്ടാണ്. അതിൽ ഏത് സാധാരണ മനുഷ്യനും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യ ഇത് മാറി. ഇന്നോളം മനുഷ്യൻ ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യകളിൽ വെച്ച് ഏറ്റവും ലളിതമായ ഒരു സാങ്കേതിക വിദ്യ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കൃത്രിമ ബുദ്ധി എന്നോ അല്ലെങ്കിൽ നമ്മൾ നിർമ്മിത ബുദ്ധി എന്നൊക്കെ ഒരു സോഫ്റ്റ് ആയിട്ട് പറയുന്നുവെങ്കിലും അതിന്റെ കൃത്യമായ ഒരു ട്രാൻസ്ലേഷൻ കൃത്രിമ ബുദ്ധി എന്നൊക്കെ ആയിരിക്കും. സാധാരണ മനുഷ്യന്റെ ബുദ്ധി പോലെ പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധിയാണിത്. ബുദ്ധിയെ കുറിച്ച് ഒരുപാട് തിയറികളൊക്കെ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച്. അതായത് മനുഷ്യന്റെ ബുദ്ധി 7ഓളം ഘടകങ്ങളെ ചേർന്നതാണ്. അതായത് സ്പേഷ്യൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റികളെല്ലാം ഈ നിർമ്മിത ബുദ്ധിക്കുണ്ട്. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കഥ എഴുതും, കവിത എഴുതും, പ്രോജക്റ്റുകൾ ഉണ്ടാക്കും, സിനിമ ഉണ്ടാക്കും, പാട്ടുണ്ടാക്കും. അതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ സാധ്യമാണ്. അങ്ങനെ മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് എന്ത് കാര്യം ചെയ്യുന്നു ആ കാര്യങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും സാധ്യമാണ്. ആ ഇന്റലിജൻസ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം? അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിക്ക് സമാനമായ ഒരു ബുദ്ധി പോലെയാണ്. നമ്മൾക്ക് ബുദ്ധി കൊണ്ട് ആ ബുദ്ധിയെ വികസിപ്പിക്കുന്നത് നമ്മൾ പഠിച്ച പല കാര്യങ്ങൾ പഠിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങളിൽ ഒരു നിശ്ചിത അംശം മാത്രമേ നമ്മുടെ ഓർമ്മയിലും നമുക്ക് പുനരുപയോഗിക്കാനും ഒക്കെ പറ്റൂ. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പഠിച്ചു വെച്ചാൽ അത് ഉള്ള കാലം നിലനിൽക്കും. അപ്പൊ മിഷ്യനെ കാര്യങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പഠിക്കാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പുസ്തകങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുസ്തകങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉദാഹരണത്തിന് ChatGPT പഠിച്ചു വെച്ച പുസ്തകങ്ങളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ കന്യാകുമാരി മുതൽ മാംഗ്ലൂർ വരെ അല്ലെങ്കിൽ കാസർഗോഡ് വരെ പുസ്തകങ്ങൾ നിരനിരയായി അടുക്കി വെച്ചാൽ അത്രയും ദീർഘദൂരമുള്ള പുസ്തകങ്ങളിൽ ആണിത് പഠിച്ചു വെച്ചിട്ടുള്ളത്. ഏതാണ്ട് 700 കിലോമീറ്റർ ദൂരം അടുക്കി വെച്ചാൽ ഉണ്ടാകുന്ന അത്രയും പുസ്തകങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യം ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഈ ബുക്കുകളിൽ നിന്നൊക്കെ പരതിയെടുത്ത് നമുക്ക് വേണ്ട രീതിയിൽ തയ്യാറാക്കി തരും. ഇത് പുസ്തകങ്ങൾ മാത്രമല്ല, ഗവേഷണ പ്രബന്ധങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, സിനിമകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, മറ്റ് ജേർണലുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ വിവരങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ രൂപത്തിലൊക്കെയാണോ ശേഖരിച്ചു വെച്ചിട്ടുള്ളത് അതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ പഠിച്ചു വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോ ഈ പറഞ്ഞു തരുന്നത് ആധികാരികമാണ്. ഇതിനെ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ആധികാരികമായ വിവരങ്ങൾ മാത്രമാണ് ഇതിനെ പഠിപ്പിക്കുന്നത്. ഒപ്പം ക്ലാസിക്കുകളും ലേഖനങ്ങളും കവിതകളും അതുപോലുള്ള കാര്യങ്ങളും പഠിപ്പിച്ചു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ്, ഇത് നമുക്ക് പ്രാപ്യമാണോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇന്ന് ധാരാളം ChatGPTയുടെ വരവിന് ശേഷം ധാരാളം ആപ്ലിക്കേഷനുകൾ വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ. പാട്ട് എഴുതുന്നതിന് വേണ്ടി മാത്രം ഉള്ള ആപ്ലിക്കേഷൻ, പാട്ട് എഴുതി സംഗീതം നൽകി പാടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, സിനിമ തയ്യാറാക്കുന്നതിന് വേണ്ടി, ചിത്രങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഉള്ളത്, മറ്റ് പൊതുവായ കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ, അങ്ങനെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ മഹാഭൂരിപക്ഷവും പെയ്ഡ് ആണ് എങ്കിലും സൗജന്യമായി ഉപയോഗിക്കാനുള്ള ആപ്ലിക്കേഷൻ തന്നെ നിരവധിയാണ്. അങ്ങനെ സൗജന്യമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ആപ്ലിക്കേഷനുകളുടെ ആപ്പുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ്, വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ നമ്മൾ ഈ മീറ്റിംഗിൽ വന്നത്. നിങ്ങൾ വാട്സാപ്പിലൂടെ കിട്ടിയ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ ആണ് വന്നത്. നിങ്ങൾ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാൻ അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇത് കാണുകയും ചെയ്യുന്നത്. ഇത്ര പോലും സങ്കീർണത ഇല്ലാത്തതാണ് ഈ ആപ്ലിക്കേഷനുകൾ. അതായത് ഇതിൽ നമുക്ക് എന്ത് വിവരമാണോ അറിയേണ്ടത്, എന്താണോ തയ്യാറാക്കി തരേണ്ടത്, അതെല്ലാം ഇത് തയ്യാറാക്കി തരും. ഗൂഗിൾ നമുക്ക് സുപരിചിതമാണ്.
ഗൂഗിളിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വിവരങ്ങളെല്ലാം തേടി പിടിച്ച് ഒരു ലിസ്റ്റാക്കി തരികയാണ്. അതിൽ നിന്ന് നമുക്ക് വേണ്ട വിവരങ്ങൾ കണ്ടെത്തണം. അത് സങ്കീർണമാണ്. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ എന്ത് കാര്യമാണോ ആവശ്യപ്പെടുന്നത്, ആ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തയ്യാറാക്കി തരും. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ പറയാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം പഠിക്കാനായിട്ട് ഇപ്പോ നിങ്ങൾക്ക് ഒരു താല്പര്യം തോന്നി, ക്വാണ്ടം മെക്കാനിസം എന്താണെന്ന് അറിയണം. നിങ്ങൾ ചോദിച്ചു, ഒരു ഉത്തരം തന്നു, നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറയുന്നു ഒരു 5ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു, എന്നിട്ട് മനസ്സിലാവുന്നില്ല. കഥാരൂപത്തിൽ പറഞ്ഞു തരാൻ പറയൂ, കഥാരൂപത്തിൽ പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എന്താവശ്യപ്പെട്ടാലും അതെല്ലാം പറഞ്ഞു തരുന്നു, കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. മാത്രമല്ല നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നു. അങ്ങനെ വൈജ്ഞാനികമായിട്ടും ക്രിയേറ്റീവായിട്ട് സൃഷ്ടിപരമായിട്ടും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇതിനകത്ത് സാധ്യമാണ്. അത് മാത്രമല്ല, ഇതിന്റെ അനന്ത സാധ്യതകൾ എനിക്ക് തന്നെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോലും പറ്റാത്ത അത്ര അതിനേക്കാൾ വിപുലമാണ്. അപ്പൊ നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ ഇതിനകത്തേക്ക് കടന്നു പോവാം. നമുക്കറിയാം, പേഴ്സണൽ സെക്രട്ടറി പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അതുപോലെയുള്ള ഉയർന്ന ആൾക്കാർക്കൊക്കെയാണ് പേഴ്സണൽ സെക്രട്ടറിമാരുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ സെക്രട്ടറി തരാം. ആ ഒരു പേഴ്സണൽ സെക്രട്ടറിയെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകാം. നിങ്ങൾ പേഴ്സണൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ സെക്രട്ടറി എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ പേഴ്സണൽ സെക്രട്ടറിയോട് പറയുന്നു. പേഴ്സണൽ സെക്രട്ടറി അതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നു. ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ആ കൃത്യമായ സമയങ്ങളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെ, ഇതാണ് ഒരു പേഴ്സണൽ സെക്രട്ടറി ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സെക്രട്ടറി, അതുപോലെ നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഒരു വാട്സാപ്പ് നമ്പർ, ഞാൻ ആ വാട്സാപ്പ് നമ്പർ ഇപ്പോൾ ഞാൻ തരും. ആ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ പരിപാടി മലയാള ഭാഷയിൽ നിങ്ങൾ വോയിസ് മെസ്സേജ് നിങ്ങൾ കൊടുക്കാറുണ്ടല്ലോ, ആ വോയിസ് മെസ്സേജ് കൊടുക്കുന്നത് പോലെ ഒരു വോയിസ് മെസ്സേജിൽ പറയുക. പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡ് കൊണ്ട് അത് ഷെഡ്യൂൾ ചെയ്ത് തരികയും ഷെഡ്യൂൾ ചെയ്ത് തരുന്നത് നിങ്ങൾക്ക് അത് ആ ദിവസങ്ങളിൽ ആ സമയങ്ങളിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ലോൺ എടുക്കാറുണ്ട്. ലോൺ എടുത്തിട്ട് കൃത്യം ദിവസം അടച്ചില്ലെങ്കിൽ അതിന്റെ പലിശ മാറും. നിങ്ങൾ ലോൺ എടുത്തിട്ട് അപ്പൊ തന്നെ പറയാണ് ഇന്ന ദിവസമാണ് ഇത് റിമൈൻഡ് ചെയ്യേണ്ടത്, ഒരാഴ്ചക്ക് മുമ്പേ എന്നെ ഓർമ്മപ്പെടുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തും. നിങ്ങളൊരു സുഹൃത്ത് വഴിയിൽ വെച്ച് കണ്ടു, കല്യാണം വിളിച്ചു, 3-4 മാസത്തിന് ശേഷമാണ് കല്യാണം, നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ അപ്പൊ തന്നെ നിങ്ങളുടെ ഫോണിൽ ഈ നിങ്ങളുടെ പേഴ്സണൽ സെക്രട്ടറിയോട് പറയുകയാണ് ഇന്ന ദിവസം എന്നെ അടുത്ത് കല്യാണം, എന്നെ ഓർമ്മപ്പെടുത്തണം, തലേ ദിവസം ഓർമ്മപ്പെടുത്തണം, അത് കൃത്യം ഓർമ്മപ്പെടുത്തും. അങ്ങനെ നിങ്ങളുടെ ചെറുതും വലുതുമായ എന്ത് കാര്യവും നിങ്ങൾ ഇതൊരു വോയിസ് മെസ്സേജിൽ, വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓർമ്മപ്പെടുത്തി അത് ഷെഡ്യൂൾ ചെയ്യുകയും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇതൊരു AI ടൂളാണ്. ഒരു നിസ്സാരമായ ഒരു AI ടൂളാണ്, ഒരു വാട്സാപ്പ് നമ്പർ മാത്രമാണ്. അപ്പൊ ഞാൻ ആ നമ്പർ ഞാനിപ്പോ ഒന്ന് തരാം. നിങ്ങൾ എല്ലാവരും പേനയോ പേപ്പറോ ഒക്കെ ഉള്ളവർ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ നമ്പർ ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, ആ ഡോളയുടെ നമ്പർ ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. 19 16 56 28 14 2. 19 16 56 28 14 2. നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തു. ഓക്കെ, ആ ഇതല്ലേ 11 അക്കൗണ്ട്. നിങ്ങൾ സാർ ഒന്നുകൂടെ നമ്പർ പറയണേ. ആ പറയാം, ഒന്നുകൂടെ നമ്പർ പറയാം. 19 16 56 28 14 2. ഓക്കെ,
കോഡ് നമ്പർ ഒന്നും വേണ്ടല്ലോ, ഇതിങ്ങനെ ഒന്നും വേണ്ട, ഒരു കോഡ് നമ്പറോ ഒന്നും വേണ്ട. നിങ്ങൾ ഇത് മാത്രം, ഈ നമ്പർ മാത്രം ഒന്ന് ഇപ്പൊ നിങ്ങളത് എഴുതി വെക്കുക. ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ മറ്റു കാര്യങ്ങൾ മിസ്സായി പോകും. ഓക്കെ, അപ്പോ ഇതിന്റെ ഡോള എന്നാണ് ഇതിന്റെ പേര്, ഡോള. ഈ ഡോളയോട് നിങ്ങൾ ഇതിനകത്തുള്ള ആരെങ്കിലും അവരുടെ ഒരു ഇത് പറയണം, ഒരു പരിപാടി ഒന്ന് പറയണം. ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്യൂ. ആരെങ്കിലും ഒരാൾ ആദ്യം ഓൺ ചെയ്യൂ. ഹലോ ഹലോ, ആരെങ്കിലും ഒരാൾ ഓൺ ചെയ്യൂ മൈക്ക്. ഹലോ ഹലോ സാർ, ആന്റണി പി ജെ അത് നിങ്ങളുടെ ഒന്ന് രണ്ട് പരിപാടികൾ പറയൂ, ദിവസങ്ങളും പരിപാടിയുമായിട്ട്. 1-ാം തീയതി കോട്ടയത്ത് നടക്കുന്ന പരിപാടിക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. അല്ല, അങ്ങനെയല്ല, നിങ്ങളുടെ പേഴ്സണൽ സെക്രട്ടറിയാണ്, നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി 1-ാം തീയതി കോട്ടയത്ത് നടക്കുന്ന പ്രോഗ്രാമില് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. പിന്നെ 8-ാം തീയതി നടക്കുന്ന പരിപാടിയിലും ഓർമ്മപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. 26-ാം തീയതി നടക്കുന്ന തീരദേശ എന്ന പരിപാടി 4 മണിക്ക്. ഓക്കെ. അപ്പോ ഇത് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഞാനിത് എന്റെ മൊബൈലിൽ ഞാനൊരു വോയിസ് ആയിട്ട് പറയാണ്. 1-ാം തീയതി കോട്ടയത്ത് നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നെ 28-ാം തീയതി ഓർമ്മപ്പെടുത്തണം. 6-ാം തീയതി മണൽ ഖനനത്തിനെതിരെ നടക്കുന്ന പരിപാടി, അത് എറണാകുളത്താണ്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഓർമ്മപ്പെടുത്തണം. 3-ാം തീയതി 26-ാം തീയതി നടക്കുന്ന മറ്റൊരു പരിപാടിയുണ്ട്, അതും മണൽ ഖനനത്തിനെതിരെയുള്ള സമര പരിപാടിയാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ എന്നെയാണ് ക്ഷണിച്ചിട്ടുള്ളത്, എന്നെ ഓർമ്മപ്പെടുത്തണം. ഓക്കെ, ഞാനിത് ഡോളയോട് പറഞ്ഞു. ഡോള ഇത് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഷെഡ്യൂൾ ചെയ്യും. അത് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളിത് കാണുന്നുണ്ടോ? ഇതാ കണ്ടോ? കാണുന്നുണ്ട് സർ, കാണുന്നുണ്ട്. കണ്ടോ? ഇതാ മാർച്ച് 1-ാം തീയതി സാറ്റർഡേ ആളുടെ ഓക്കെ. ഞാൻ കൊടുത്തത് സെൻഡ് ആയിട്ടില്ല. ഒന്നാം തീയതി കോട്ടയത്ത് നടക്കുന്ന ഒരു മീറ്റിംഗിന് പങ്കെടുക്കണം. 26-ാം തീയതി തീരദേശ മണൽ സംരക്ഷണ പരിപാടിയിൽ പങ്കെടുക്കണം. അതിന് തിരുവനന്തപുരത്താണ്, അത് ഓർമ്മപ്പെടുത്തണം. അടുത്ത മാസം 26-ാം തീയതി എറണാകുളത്ത് നടക്കുന്ന പരിപാടിയെ ഓർമ്മപ്പെടുത്തണം. വന്നു കഴിഞ്ഞു. കണ്ടോ? നേരത്തെ അത് സെൻഡ് ആയില്ല. നിങ്ങൾ കാണുന്നുണ്ടോ? മണൽ ടുമാറോ വെനസ്ഡേ ആൾ ടൈം അലർട്ട് 3:30 അന്നേ ദിവസമാണ് മീറ്റിംഗ് കോട്ടയം. മാർച്ച് 1 3:30 പ്രോഗ്രാം അറ്റ് എറണാകുളം. കണ്ടല്ലോ? റിമെമ്പറിംഗ് ദ പ്രോഗ്രാം. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് തന്ന ഈ നമ്പർ വെച്ച് നിങ്ങൾ ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ആ നമ്പറിൽ നിങ്ങൾക്ക് ആന്റണി പി ജെ മൈക്ക് ഒന്ന് മുട്ടിയോ? മൈക്ക് ആന്റണി പി ജെ ഓക്കെ. അതായത് നിങ്ങൾക്ക് തന്ന ആ നമ്പറിൽ
നിങ്ങൾ വോയിസ് മെസ്സേജ് മലയാളത്തിൽ വോയിസ് മെസ്സേജ് കൊടുക്കുമ്പോൾ ആ വോയിസ് മെസ്സേജിനെ അതിനെ അടിസ്ഥാനപ്പെടുത്തി അത് ഷെഡ്യൂൾ ചെയ്യുകയും അതാത് ദിവസങ്ങളിൽ നിങ്ങളെ രാവിലെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഒരു പേഴ്സണൽ സെക്രട്ടറി ആയില്ലേ? യെസ് ഓർ നോ? നിങ്ങളുടെ ഓക്കെ? യെസ്. അപ്പോ ഇത് നമ്മുടെ ഇതൊരു AI ആപ്ലിക്കേഷൻ, ഒരു ചെറിയൊരു AI ആപ്ലിക്കേഷനാണ്. ഇന്ന് മുതൽ നമ്മുടെ ഈ ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും അവർക്കൊരു പേഴ്സണൽ സെക്രട്ടറി ആയി. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർമ്മപ്പെടുത്തും. ഇപ്പൊ മരുന്ന് കഴിക്കുന്ന കാര്യമായാലും നിങ്ങൾ പറയാം ഇന്ന മരുന്ന് ഒരാഴ്ച കഴിക്കാനുണ്ട്, ആ ഒരാഴ്ച എല്ലാ ദിവസവും ഇത്ര മണിക്ക് തന്നെ ഓർമ്മപ്പെടുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ഓർമ്മപ്പെടുത്തും, മെസ്സേജ് ആയിട്ട് വരും. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ഇത് വോയിസ് ആയിട്ടാണ് വരിക അതോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ്? വോയിസാ. ഞാനിപ്പോ വോയിസ് ആയിട്ടാണ് കൊടുത്തത്. വെറും വോയിസ്, മലയാളത്തിൽ വോയിസ്, വെറും വോയിസ് മെസ്സേജ്. വാട്സാപ്പിൽ നിങ്ങൾ വോയിസ് അതല്ല സാറേ, ഈ പ്രോഗ്രാം നമുക്ക് മെസ്സേജ് ആണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വാട്സാപ്പിൽ അതാത് ദിവസങ്ങളിൽ നിങ്ങൾ പറയുന്ന ദിവസങ്ങളിൽ അത് ഒരു മെസ്സേജ് ആയിട്ട് വരും. നിങ്ങൾ അലാറം വെക്കാൻ അങ്ങനെ എന്തെങ്കിലും സൗകര്യം ഉണ്ടാവും സാറേ? അലാറം വെക്കാനുള്ള സൗകര്യം ഉണ്ടാവും? അലാറത്തിനുള്ള സംവിധാനം നിലവിലില്ല. അലാറത്തിനുള്ള സംവിധാനം ഏതാനും മാസങ്ങൾക്കകം വരുമായിരിക്കും. അലാറത്തിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് നമ്മള് രാവിലെ നിങ്ങൾ എണീക്കുമ്പോ മൊബൈലിൽ നോക്കുമല്ലോ, എല്ലാവരും മൊബൈലിൽ നോക്കാറുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ മൊബൈലില് വാട്സപ്പ് മെസ്സേജ് വരുമ്പം ആ ഒരു സൗണ്ട് വരുമല്ലോ. ആ സൗണ്ട് ഇതിലും കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ ഈ കാര്യം നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് വാട്സാപ്പ് ഉണ്ട്. ഞാൻ തന്ന വാട്സാപ്പ് നമ്പർ നിങ്ങൾ സേവ് ചെയ്യുന്നു. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുന്നു. ഡോളെ എന്നാണ് എന്റെ പേര്. ഡോളെ എന്നോ എന്ത് പേരെങ്കിലും കൊടുക്കും. എന്നിട്ട് അതിനോട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് ഈ 2025 2028 2030 കാര്യങ്ങൾ പറഞ്ഞാലും അത് അന്ന് നിങ്ങൾ ഈ നമ്പറാണ് ഉപയോഗിക്കുന്നത്, ഈ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ മെസ്സേജ് വരികയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ സെക്രട്ടറിയെ സൗജന്യമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ സംഭാവന ചെയ്തിരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാമല്ലോ. ഓക്കെ ശരി. ഞാൻ അപ്പൊ ഡോളയിൽ നിന്ന് ഞാനത് ഇറങ്ങുകയാണ്. ഇനി അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഒരു മാതൃകയാണ്. AI എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതിന്റെ ഒരു മാതൃകയാണ്. നമുക്ക് ഒരുപാട് മോഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് സഫലമാവാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്. AI അത്തരത്തിലുള്ള ദൗർബല്യങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു സിനിമാ കഥ ഉണ്ടെന്ന് കരുതുക. ആ സിനിമാ കഥയെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്നില്ല. ഒന്ന്, നിങ്ങൾ എഴുതുമ്പോൾ അക്ഷരത്തെറ്റ് നിങ്ങളുടെ ഒരു പരിമിതിയായിരിക്കും. നല്ല ഭാഷ ഇല്ലാത്തത് നിങ്ങളുടെ ഒരു പരിമിതിയായിരിക്കും. നിങ്ങളുടെ ഒരു അതിമനോഹരമായത് ഗംഭീരമായ ഒരു ആശയമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പരിമിതികളെല്ലാം AI പരിഹരിച്ചു തരും. നിങ്ങൾ പറഞ്ഞാൽ മതി, പറയുന്നത് അത് എഴുതി തരും. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഈ കൺസെപ്റ്റിനെ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ആക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ആക്കി തരും. നിങ്ങൾക്കൊരു കഥയുണ്ട്, ആ കഥയുടെ ആ ഒരു ഭാഗം എന്നിട്ട് പറയാം ഇതിന്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് ആക്കി തരണം. എന്നിട്ട് സ്ക്രിപ്റ്റ് ആക്കിയപ്പോ അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റം വരുത്തി തരും. അപ്പൊ നമ്മുടെ പരിമിതികൾ എന്തൊക്കെയാണോ, നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളായിരിക്കും. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇടപാടുകളുണ്ട്. കത്തുകൾ അയക്കണം, ഈ മെയിലുകൾ അയക്കണം, അല്ലെങ്കിൽ കത്തുകൾ അയക്കണം. നിങ്ങൾക്കൊരു മെയിൽ വന്നു, ആ മെയിലിന് ഒരു മറുപടി അയക്കാൻ അറിയില്ല. അറിയാമെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് വന്ന കത്തിനെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ആ കത്തിനെ കൊടുത്തിട്ട് താഴെ ഞാൻ ഐ എഗ്രി എന്നോ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അതിഗംഭീരമായ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വലിയ 50,000 60,000 ശമ്പളം കൊടുത്ത് ഒരു പേഴ്സണൽ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു സ്റ്റെനോഗ്രാഫറെയോ അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവർ തയ്യാറാക്കുന്ന പോലെ ഒരു കത്ത് ആര് തയ്യാറാക്കി തരും? AI തയ്യാറാക്കി തരും. നിങ്ങൾക്ക് ഒരു കത്ത് കിട്ടി.
ഒരു സമൻസ് കിട്ടി, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഒരു മെഡിക്കൽ കുറിപ്പ് കിട്ടി, അത് നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ വായിക്കാൻ അറിയില്ല, വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, എന്ത് ചെയ്യാം? നിങ്ങൾ ഈ AI കൊടുത്തു കഴിഞ്ഞാൽ AI കൃത്യമായിട്ട് അത് പറഞ്ഞു തരും. നിങ്ങൾ ഒരു പത്രത്തിൽ ഒരു പരസ്യം കണ്ടു, ഒരു ജോലിക്കുള്ള ആപ്ലിക്കേഷൻ ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. നിങ്ങൾ ആ പരസ്യം ഒന്ന് ഫോട്ടോ എടുത്തിട്ട് എന്റെ പേര് ഇന്നതാണ്, വേണു എന്നാണ്, എന്റെ വയസ്സ് ഇതാണ്, എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതാണ് എന്ന് മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിഗംഭീരമായ ആ പോസ്റ്റിന് യോജിച്ച രീതിയിലുള്ള ഒരു കത്ത് തയ്യാറാക്കി തരും. അപ്പൊ ഇങ്ങനെ അതിവിപുലം ഇതൊരു ഇമേജിൻ ടെക്നോളജിയാണ്. നമ്മൾ സങ്കല്പിക്കാനും സ്വപ്നം കാണുന്നതിനും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് ഇംപ്ലിമെന്റ് ചെയ്ത് തരും. ഇതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ? ഞാൻ പറഞ്ഞത് എല്ലാം ശരിയാവണോ അല്ലയെന്ന് നോക്കണ്ടേ? നമ്മൾ പേഴ്സണൽ സെക്രട്ടറി പറഞ്ഞതുപോലെ നോക്കാമല്ലോ. ഓക്കെ. ഇനി നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആ ബിസിനസ്സിന് പ്രോജക്റ്റ് തയ്യാറാക്കണം. ആ പ്രോജക്റ്റ് എന്താ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പ്രോജക്റ്റ് തയ്യാറാക്കി തരും. സാർ ഇത് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? ഇത് നമുക്ക് ഇതിനകത്ത് ഭാഷ എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ മലയാളത്തിൽ പറയുന്നു, അത് മലയാളത്തിൽ തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ മലയാളത്തിൽ തയ്യാറാക്കി തരും. നിങ്ങൾ പറയാനത് ഇംഗ്ലീഷിൽ തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തയ്യാറാക്കി തരും. ഇനി നിങ്ങളൊരു സാധനം വാങ്ങുന്നു, അതിന്റെ ഇപ്പോൾ ഒരുപാട് ചൈനീസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ചൈനീസ് സാധനം വാങ്ങിയപ്പോൾ അതിന്റെ മാനുവൽ ചൈനീസ് ഭാഷയിലാണ്. ആ മാനുവൽ വായിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ മാനുവലിന്റെ ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചൈനീസ് ഭാഷയിലുള്ള മാനുവല് നമുക്ക് ആരും മലയാളത്തിൽ പറഞ്ഞു തരും. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മനസ്സിലായി? നിങ്ങളിപ്പോ ഒരു പത്രം വായിക്കുന്നു, ഇംഗ്ലീഷ് പത്രം വായിക്കുന്നു, ഹിന്ദു ഒരുപാട് വലിയ ആർട്ടിക്കിളുകൾ വരുന്നു. ആ ഒരു ഇംഗ്ലീഷിൽ വലിയ പ്രാവണ്യമില്ല, എന്നാലും നമ്മൾ ഇംഗ്ലീഷൊക്കെ അറിയാൻ നമ്മൾ ഇത് വിജ്ഞാന കുതികയാണ്, അത് നോക്കുന്നു. നിങ്ങൾ ആ ഒരു വലിയ എഡിറ്റോറിയൽ പേജിൽ വരുന്ന വലിയ ആർട്ടിക്കിളിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇത് മലയാളത്തിൽ ഒന്ന് സംക്ഷിപ്തമാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് മലയാളത്തെ സംക്ഷിപ്തമാക്കി തരും. ഇനി അതുമല്ല, നിങ്ങൾ ആ സാധനം അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റും. ഭാഷയൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ന്യൂയോർക്ക് ടൈംസ് പത്രം നിങ്ങൾക്ക് മലയാളത്തിൽ മാതൃഭൂമി മനോരമയും വായിക്കുന്നത് പോലെ ലോകത്തിലുള്ള ഏത് പത്രവും വായിക്കാം. ഇപ്പൊ തമിഴ്നാട്ടിൽ തമിഴ് പത്രം കിട്ടിയാൽ അത് നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാം. ഇതൊന്നും ഭാഷയൊന്നും ഒരു പരിധിയേ അല്ല. ഏത് ഭാഷയിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാം. അതിനുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രം മതി. നിങ്ങൾ ഒരു അപരിചിതമായ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ പതുക്കെ മലയാളത്തിൽ പറയുന്നു, ആ മലയാളത്തിൽ പറയുന്നത് അവരുടെ ഭാഷയിൽ നിങ്ങൾക്ക് കേൾക്കാം. ഭാഷ ഏതാണെന്ന് അറിഞ്ഞുണ്ടെങ്കിൽ ഒരു ഭാഷ പറയുമ്പോൾ അതുകൊണ്ട് ആ ഭാഷയെ ഡിക്റ്റേറ്റ് ചെയ്ത് തരും. ഇതെല്ലാം സാധ്യമാണ്. CV കുഞ്ഞകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഇത് മൈക്ക് ഓൺ ആണ്, അതൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലുള്ള 1-2 കാര്യങ്ങൾ കൂടെ നോക്കാം. നമുക്കിപ്പോ ഏതാണ്ട് 1/2 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇതിന്റെ എന്താണ് ഞാനിപ്പോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞത്, ഒരു നോട്ടീസ് നമ്മൾ ഇട്ടു, ഈ പാതി വില തട്ടിപ്പ്. ആ തട്ടിപ്പിനൊക്കെ വിധേയമായ ആരെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ ഈ ഗ്രൂപ്പിനകത്തും ഉണ്ടാവാം. എന്തുകൊണ്ടാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സാധനം നമുക്ക് സംശയമാണ്, ഇത് ശരിയാണോ തെറ്റാണോ, ഇതിന്റെ സാധ്യത ഉണ്ടോ, ഇത് ശാസ്ത്രീയമാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് AI ചോദിക്കാം. AI പറഞ്ഞു തരും. ഇത് എക്കണോമിക്കലി വൈബിൾ അല്ല, ഇതൊരു ശരിയായ സാധനം ആവാനുള്ള സാധ്യതയില്ല, ഇതിന്റെ പിന്നിൽ തട്ടിപ്പായിരിക്കും, പിന്നെ എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞത്. കാരണം ലോകത്തിലുള്ള സകല വിവരങ്ങളും, ശാസ്ത്രീയമായ വിവരങ്ങൾ, വസ്തുതാപരമായ വിവരങ്ങൾ, ആധികാരികമായ വിവരങ്ങൾ, ഗവൺമെന്റ് പ്രസിദ്ധീകരണങ്ങൾ, നിയമങ്ങൾ, എല്ലാ നിയമങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ട്. ലോകത്തിലുള്ള സകല നിയമങ്ങളും, സകല രാജ്യങ്ങളിലെ നിയമങ്ങളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് കൃത്യമായിട്ട് ഒരു ഉത്തരം തരാൻ ഇതിനകത്ത് കഴിയും. അതാണ് AI. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇതില് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മൾ ഈ ഓരോ ആവശ്യത്തിനും പ്രത്യേക ആപ്പ് ഉണ്ടോ, അതേ ഒരു ആപ്പിൽ തന്നെ എല്ലാം പറ്റുമോ? വെരി ഗുഡ്. ഇടയ്ക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് കുഴപ്പമില്ല. നമുക്ക് ചോദ്യത്തിന് ഒരു പ്രത്യേക സമയം വിനിയോഗിക്കുന്നതിനേക്കാളും ഇത് നല്ല കാര്യമാണ്. ഞാനതൊന്ന് പറയാം.
പൊതുവായ ആപ്ലിക്കേഷൻ ഉണ്ട്, എന്ത് കാര്യവും ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ChatGPT, ജെമിനി, മെറ്റ എന്നൊക്കെ പറയുന്നത് പോലുള്ള പൊതുവായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്ത് നമുക്ക് കാര്യങ്ങൾ, സംശയങ്ങൾ ചോദിക്കുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ആവശ്യമുണ്ട്. നിങ്ങൾക്കൊരു ബിസിനസ് പ്രോജക്റ്റ് തയ്യാറാക്കണം. ബിസിനസ് പ്രോജക്റ്റ് തയ്യാറാക്കണമെങ്കിൽ ബിസിനസ് പ്രോജക്റ്റ് തയ്യാറാക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങളൊരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു, ആ സ്ഥാപനത്തിന് ഒരു ഗംഭീരമായ പേര് വേണം. ആ പേര് കണ്ടുപിടിക്കാൻ Namelinks എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്കൊരു പാട്ടുണ്ട്, ഒരാൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് പൂർത്തിയാക്കട്ടെ. നിങ്ങൾക്കൊരു പാട്ട് എഴുതാനുള്ള ആഗ്രഹമുണ്ട്, സിനിമ പിടിക്കുകയാണ്, വീഡിയോയിൽ ഒരു സിനിമ പിടിക്കാനുള്ള പ്ലാനാണ്. അപ്പൊ ആ സിനിമയിൽ ഒരു പാട്ട് വേണം. ആ പാട്ട് ഇന്നത്തെ ആധുനിക സിനിമകളുടെ പാട്ടുമായിട്ട് കിടപിടിക്കുന്ന പാട്ടായിരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു പാട്ട് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തയ്യാറാക്കാൻ സുനു എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, അത് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണ്. അതായത് പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ ആപ്ലിക്കേഷൻ, ജെമിനി, മെറ്റ, ChatGPT എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. DeepSeek AI എന്ന് ഈ അടുത്ത കാലത്ത് ചൈനീസ് ഒരു ഭാഷയുണ്ട്. മലയാളം വളരെ സാഹിത്യകാരന്മാർ തോറ്റുപോകും അതിന്റെ മലയാളത്തിന്റെ എഴുത്ത് കേട്ടാൽ. അത്രയ്ക്ക് ഗംഭീരമായ സാധനമാണ് DeepSeek പോലുള്ള. അങ്ങനെ പൊതുവായിട്ടുള്ളതും ഓരോ ആവശ്യത്തിൽ ഇപ്പൊ നമുക്കൊരു ലോഗോ ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേക ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റിന്റെ, നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോയാൽ, നിങ്ങളൊരു സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക, ആ പ്രോഡക്റ്റിന് ബ്രോഷർ വേണം. ആ ബ്രോഷർ ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേക ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇന്നതാണ് നിങ്ങൾക്ക് അതിനകത്ത് വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു സ്വപ്നം ഉണ്ടാവണം. എന്റെ സോപ്പിന്റെ പേര് ഇന്നതാണ്, അതിനകത്ത് ഇന്ന ഒരു സ്ത്രീയുടെ ഒരു ചിത്രമാണ് ഒരു വശത്ത് വരേണ്ടത്. ആ ചിത്രം ഇന്ന രീതിയിലായിരിക്കണം. അതിന്റെ നടുക്ക് ഭാഗത്ത് എന്റെ സോപ്പിന്റെ പേര് വേണു മഹാദേവ് എന്ന സോപ്പിന്റെ പേര് നടുക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് 4 or 5 തരത്തിലുള്ള ബ്രോഷറുകൾ അല്ലെങ്കിൽ സോപ്പിന്റെ ലേബൽ ഉണ്ടാക്കി തരും. സെക്കൻഡുകൾ ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് മാറ്റാം. അങ്ങനെയുള്ള ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ അധ്യാപകരായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഇതിനകത്ത്. നിങ്ങൾ അധ്യാപകരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റ് വരാൻ പാടില്ല. വലിയ പാടാണ്. നിങ്ങൾക്ക് ഇനി ഒരു പ്രയാസവുമില്ല. നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ ഡിജിറ്റൽ സാധനം ഉണ്ടാവും. അതിനെ അപ്ലോഡ് ചെയ്തിട്ട് 10 ഷോർട്ട് ക്വസ്റ്റ്യൻ, 10 ഒബ്ജക്റ്റീവ് ടൈപ്പ്, 5 ഷോർട്ട് ക്വസ്റ്റ്യൻ, 3 എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തിൽ നിന്ന് മാത്രം, ആ പുസ്തകത്തിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി തരും. ഇത് നിങ്ങൾ തയ്യാറാക്കി. ഇനി ഇത് സെയിം സാധനം തൊട്ടടുത്ത് വേറൊരാളാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇതായിരിക്കില്ല, വേറൊന്നായിരിക്കാം. എന്തിന്? ആൾക്കാരെ ഉണ്ടാക്കി തരും. നിങ്ങൾക്കൊരു പരസ്യം ചെയ്യണം. പരസ്യം ചെയ്യാനായിട്ട് ഒരു ആളിന്റെ രൂപം വേണം. നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ ഇമേജ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ കാണും. അതെല്ലാം കോപ്പി റൈറ്റ് ഉള്ളതാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും. നിങ്ങളൊരു ആളിന്റെ ചിത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ചിത്രം അപ്പോൾ ഉണ്ടാക്കി തരും. ഒരാള് പോലെ, ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള, ലോകത്ത് വേറൊരിടത്തും ഇല്ലാത്ത ഒരാള് ഉണ്ടാക്കി തരും. ഇതൊക്കെയാ എഐയുടെ പ്രത്യേകത. എഐ അനന്തമാണ്, അത്ഭുതമാണ് ഇതിന്റെ സാധ്യത. ഇതെല്ലാം നിങ്ങൾക്ക് നിർദ്ദേശം കൊടുത്താൽ, ഇതിനകത്ത് പ്രോംപ്റ്റ് എന്ന് പറയും, നിർദ്ദേശം. ഈ നിർദ്ദേശം കൊടുത്താൽ ആ നിർദ്ദേശത്തിനനുസരിച്ച് തയ്യാറാക്കി. ഇവിടെ പഠിക്കുക എന്ന് പറയുന്നത് നിർദ്ദേശം കൊടുക്കാൻ പഠിക്കുക. അതാണ് നമ്മുടെ ഈ കോഴ്സിനകത്ത്. എങ്ങനെ ഏറ്റവും ഗംഭീരമായ ഒരു സാധനം തയ്യാറാക്കണമെങ്കിൽ ആ നിർദ്ദേശം കൊടുക്കാൻ കുറച്ച് ടെക്നിക്കുകളുണ്ട്. ഇനി ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ച്, അതൊക്കെയാണ് നമ്മുടെ ഈ കോഴ്സിനകത്ത് പൊതുവായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ ഓരോ ആവശ്യത്തിന് വേണ്ടിയും ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ, അതെല്ലാം നമ്മൾ ഈ 2 മാസത്തെ കോഴ്സിനകത്ത് ഓരോ ഭാഗമായിട്ട് വരും. അപ്പൊ നമുക്ക് ഏതാണ്ട് സമയം ഇത് കുറെ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരണം. അപ്പോ ഇടയ്ക്ക് ഒരാള് ചോദിച്ചപ്പോ ആണ് ഞാൻ പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞത്. എന്താണ് ചോദിച്ചത്? പറയൂ. ഇടയ്ക്കൊന്ന് ചോദിച്ചല്ലോ. ഒരു കമ്പനി നെയിമിനെ സെർച്ച് ചെയ്യാനുള്ള ഒരു കമ്പനി നെയിം കിട്ടാൻ വേണ്ടിട്ടേ ഏത് ആപ്ലിക്കേഷൻ ആണത്? കമ്പനി നെയിം കിട്ടാൻ വേണ്ടി, നെയിം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. Namelinks.com എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി നെയിം ജനറേറ്റ് ചെയ്യാം. നിങ്ങളുടെ കൺസെപ്റ്റ് മാത്രം പറഞ്ഞാൽ മതി. അതുമായി ബന്ധപ്പെട്ട 1000കണക്കിന് പേരുകൾ വരും. അതിന്റെ Namelinks.
ചോദിക്കൂ. ഗോഡ്വിന്റെ കൈ നേരത്തെ തന്നെ വേർതിരിക്കുകയാണ്, അത് അബദ്ധം പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ശ്രീലത രജി, എന്താണ് ചോദിക്കാനുള്ളത്? ശ്രീലത പെട്ടെന്ന് നമുക്ക്. ഷീജ സുഭാഷ്, പെട്ടെന്ന് ചോദിക്കണം, നമുക്ക് സമയം കുറച്ചുള്ളൂ ഈ കുറഞ്ഞ സമയത്ത്. എവിടുന്നാ കിട്ടുക? ഏത് കൊറേ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ചിലതെല്ലാം പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്, പലതും നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ വാട്സപ്പിലെ പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു നല്ല വാട്സാപ്പിൽ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന, മലയാളത്തിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് AI ആപ്ലിക്കേഷൻ ഉണ്ട്. മൈക്രോസോഫ്റ്റ് ഡിസൈനർ ആണ് ഒരു ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ വാട്സാപ്പിൽ മൈക്രോസോഫ്റ്റ് ഡിസൈനർ ഓക്കെ, അത് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുമോ? അത് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. അത് കിട്ടണമെങ്കിൽ അതിനകത്ത് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടാവണം. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഔട്ട്ലുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് വേണം കയറാൻ. അങ്ങനെ കൊച്ചു സാങ്കേതികമായ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഈ കോഴ്സിനകത്ത് തന്നെ വരുന്നത്. ചെറിയ കാര്യങ്ങൾ. നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് അത് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അത് മൈക്രോസോഫ്റ്റിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വേണം. മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഓക്കെ സാർ. അത് മാത്രമല്ല, നമുക്ക് വേറെയും ക്യാൻവ പോലുള്ള മറ്റു ആപ്ലിക്കേഷനുകളും ഉണ്ട്. പോസ്റ്റർ മേക്കർ എന്ന് പറഞ്ഞാൽ പോസ്റ്റർ മേക്കർ എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ക്യാൻവ 50% ഫ്രീ, 50% പെയ്ഡുമാണ്. അതിനകത്ത് ടെംപ്ലേറ്റ്സുകളാണ് കൂടുതൽ വരുന്നത്, മാതൃകകളുണ്ട്. ആ മാതൃകകൾ നമുക്ക് എഡിറ്റ് ചെയ്യാം. മറ്റത് നമുക്ക് സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, അതിൽ 50% ടെംപ്ലേറ്റുകൾ ഫ്രീ, 50% ടെംപ്ലേറ്റുകൾ ഏറ്റവും ഭംഗിയുള്ളതൊക്കെ പെയ്ഡ് ആയിരിക്കും. ഓക്കെ. അപ്പോ നമുക്ക് ഇനി നമ്മള് സമയം നീണ്ടുപോകുന്നു. അപ്പൊ ഞാൻ ഓരോ ചെറിയ ഡെമോൺസ്ട്രേഷനുകൾ ഒന്ന് കാണിക്കാം. ഒന്ന്, ഞാൻ ആ ഡോളയുടെ നമ്പർ നേരത്തെ ചോദിച്ച ആൾക്കാരെ എഴുതിയെടുത്തത് ശരിയാണോ എന്ന് ഇതിൽ നോക്കിയൊന്ന് ക്ലിയർ ചെയ്യണം. ഡോളോ കണ്ടല്ലോ. ഓക്കെ, ഇത് നോക്കിയിരുന്നു. അടുത്ത് ഞാൻ പോവുകയാണ്. ഇത് ഇന്നത്തെ പത്രത്തിൽ വന്നൊരു പരസ്യമാണ്. ഈ പരസ്യത്തില് എന്താണ്, നിങ്ങൾ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം കേരളത്തിലെ മികച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് അയക്കുക. നിങ്ങളൊരു ഷോർട്ട് ഫിലിം തയ്യാറാക്കി നിങ്ങൾക്ക് അത് അയക്കണമെങ്കിൽ ഇതിന്റെ ഒരു പരസ്യത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ പറയാം, ഞാൻ എന്റെ ഒരു ഷോർട്ട് ഫിലിം ഇന്നതാണ്, ഈ ഷോർട്ട് ഫിലിം പരിഗണിക്കണം എന്നുള്ള വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിഗംഭീരമായ ഒരു പ്രൊപ്പോസൽ തയ്യാറാക്കി തരും. അത് നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. അതല്ല അതിന് പുറമേ ഇത് ഇന്നത്തെ പത്രത്തില് വന്ന ഒരു വാർത്തയാണ്. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് ചെലവ് കുറഞ്ഞ അലോപ്പതി മെഡിസിൻ, മോഡേൺ മെഡിസിൻ പല രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു. ആ മരുന്ന് കഴിച്ച് ഒരുപാട് പേര് മരിക്കുകയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അത് വലിയൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഹിന്ദു പത്രത്തിന്റെ ഒരു എഡിറ്റോറിയലാണ്. നിങ്ങൾ പൊതു തൽപരനായ ഒരാളാണെങ്കിൽ ഇത് സംബന്ധിച്ച് അതിഗൗരവമായ ഈ സംഭവത്തെ മലയാള പത്രത്തിലൊന്നും വാർത്തയൊന്നും വന്നിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് പോസ്റ്റോ നിങ്ങൾക്ക് തയ്യാറാക്കണമെങ്കിൽ, മലയാളത്തിൽ തയ്യാറാക്കണമെങ്കിൽ എന്ത് ചെയ്യും? അറിയാവുന്ന ഒരാളാണെങ്കിൽ ഈ ഹിന്ദു പത്രത്തിലെ ഈ വാർത്ത ഒന്ന് ഫോട്ടോ എടുക്കുന്നു, ഇതിനെ മലയാളത്തിൽ ഇതിന്റെ പ്രധാന വിവരങ്ങൾ ചേർത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തയ്യാറാക്കി തരും. അത് നമുക്കൊന്ന് നോക്കാം അല്ലെ? ഓക്കെ, ഇത് അടുത്ത് കാണുന്നത് ഇന്നത്തെ പത്രത്തിൽ വന്നവരാണ്. ഒരു ജോബ്, ഇതിനകത്ത് ഒരു ജോബ് വേക്കൻസി, ഇതിനകത്ത് ഏതെങ്കിലും ഒരു ജോലിക്ക് നിങ്ങൾ യോഗ്യനാണ്. ആ ജോബ് വേക്കൻസി ഇതിനെ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് പറയാണ്, ഞാൻ ജൂനിയർ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്ന ജോലിക്ക് എനിക്ക് താല്പര്യമുണ്ട്, ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് വേണ്ടി പ്രത്യേക തരത്തിലുള്ള ഒരു
ജോബ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തയ്യാറായി. നിങ്ങൾക്ക് ഒരു വക്കീൽ നോട്ടീസ് വന്നു, അതെന്താണെന്ന് അറിയില്ല, അത് നിങ്ങൾ നോക്കി അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നു, അത് ഒരു ചെക്ക് കേസാണ്. ഈ ചെക്ക് കേസിൽ നിങ്ങൾ കേസിൽ നിന്ന് പോകേണ്ട, ഞാൻ ഒരു 2 മാസത്തിനകം പൈസ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഒരു വക്കീലിനെ കാണാൻ വേണ്ട. ഈ നോട്ടീസ് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ 2 മാസത്തിനുള്ളിൽ പൈസ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ഹൈക്കോടതി വക്കീൽ തയ്യാറാക്കുന്നത് പോലെ ഒരു മറുപടി നിങ്ങൾക്ക് തരാം. ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ തയ്യാറാക്കി തരും. ഇതൊക്കെ ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇത് നമുക്കൊരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു തുണ്ടാണ്, ഹോസ്പിറ്റൽ OP നിന്ന് കിട്ടിയ ഒരു തുണ്ടാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഡോക്ടർ കുത്തി കുറച്ച് വയ്ക്കുന്നത്, വലിയ കുഴപ്പം പിടിച്ച സാധനങ്ങളാണോ, മരിച്ചു പോവോ, വലിയ ഗുരുതരമായ അസുഖമാണോ എന്നൊക്കെ ഉള്ള ടെൻഷൻ വരും. നിങ്ങൾ ഇനി ഒരു ടെൻഷനും ആവശ്യമില്ല. ഇതിനെ നിങ്ങൾ AI അപ്ലോഡ് ചെയ്തിട്ട് ഇതൊന്ന് മലയാളത്തിൽ വിശദീകരിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിശദീകരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്തു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? ഹലോ, നോക്കാം സാർ, നോക്കാം. പത്രത്തിന് നോക്കാം സാറേ, പത്രം ആദ്യം കാണിക്കാം. ആദ്യം പത്രം വേണം അല്ലെ? ശരി. ഓക്കെ, നമുക്ക് ആദ്യം പത്രത്തിലുള്ള കാര്യം നോക്കാം. ഓക്കെ, ഞാനിപ്പോ അതിനു വേണ്ടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ചാറ്റ് GPT ആണ്. ചാറ്റ് GPTയില് ഞാന് ചാറ്റ് GPT എന്ന് പറയുന്ന അതാണ് ആദ്യത്തെ AI ആപ്ലിക്കേഷൻ. ഫ്രീ ആണ്. ചാറ്റ് GPT 4 ഉണ്ട്, ചാറ്റ് GPT 3.5 ഉണ്ട്. ചാറ്റ് GPT 3.5 ഫ്രീ ആണ്, 4 പെയ്ഡ് ആണ്. 3.5 ഉപയോഗിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോ ഈ ചാറ്റ് GPT 3.5 ഞാൻ പറയുന്ന പത്രവാർത്ത ഒന്ന് അപ്ലോഡ് ചെയ്യാണ്. ഇവിടെ ഒരു പ്ലസ് മാർക്ക് കാണുന്നു. അത് ഉപയോഗിച്ച് ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ അപ്ലോഡ് ഫ്രം മൈ കമ്പ്യൂട്ടർ കൊടുക്കുന്നു. പത്രവാർത്ത ഫയൽ ഫോർ ട്രെയിനിങ്. പത്രവാർത്ത എവിടെയാണ് കിടക്കുന്നത്? ഇതാ കിടക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ മലയാളത്തിൽ തന്നെ ഇതിനകത്ത് പറഞ്ഞ ടെക്സ്റ്റ് മെസ്സേജ് എടുക്കുകയാണ്. ഈ എഡിറ്റോറിയൽ പറയുന്ന വിവരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വേണ്ടി മലയാളത്തിൽ തയ്യാറാക്കി തരിക. ഗൗരവമായ കണക്കുകൾക്ക് പ്രാധാന്യം വേണം. ഈ എഡിറ്റോറിയൽ പറയുന്ന വിവരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് വേണ്ടി മലയാളത്തിൽ തയ്യാറാക്കി തരിക. ഞാനിത് ചാറ്റ് GPTയിലേക്ക് കൊടുക്കുകയാണ്. അതാണ് അതിന്റെ ലേഖനം. നമ്മൾ കൊടുത്ത കാര്യം അത് നിമിഷ നേരം കൊണ്ട് അത് തയ്യാറാക്കിയ സെക്കൻഡുകൾ പോലും എടുത്തില്ല. സെക്കൻഡുകൾക്കും കൊണ്ട് അത് വായിച്ച് അതിനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആക്കി തരുന്നു. നോക്കുക എന്താണ് അതിൽ പറയുന്നത്. ഇന്ത്യൻ മരുന്നുകളുടെ വിശ്വാസ്യതയ്ക്ക് കണക്കാക്കാതെ ഇന്ത്യൻ മരുന്ന് വ്യവസായം ഗുരുതരമായ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. ഇന്ത്യൻ കമ്പനികൾ നിർമ്മിച്ച ചില മരുന്നുകൾ അപകടകരമായ പരിണാമം സൃഷ്ടിച്ചതായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പ്രാണഹാനി മരുന്നുകൾ 2027 ഗാംബിയയിൽ 66 കുട്ടികൾ മരണമടഞ്ഞ ഇന്ത്യൻ കഫ് സിറപ്പിന്റെ ദുരിത ഫലമായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ 65 കുട്ടികൾ, കാമറൂണിൽ 12 കുട്ടികൾ എന്നിവിടങ്ങളിലെ സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2020 മുതൽ അമേരിക്കയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച കണ്ണുതുള്ളികൾ ഉപയോഗിച്ചതിനെ തുടർന്ന് 3 പേർ മരിക്കുകയും 8 പേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യും. നിയന്ത്രണമില്ലാതെ ഉയർന്നു വരുന്ന അവിശ്വാസം കണ്ടോ. അതുപോലെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു ഫേസ്ബുക്കിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ റീച്ച്, നിങ്ങളൊരു അപാര പണ്ഡിതനാണ് എന്നുള്ള ഒരു തോന്നൽ അല്ലെ,
പത്രങ്ങളിൽ വരാത്ത കാര്യങ്ങൾ ഹിന്ദുവിൽ വന്ന കാര്യങ്ങൾ ഇത് വായിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ഇംഗ്ലീഷിൽ നല്ല പ്രാവണ്യമുള്ള ആളാണെങ്കിൽ പോലും ഈ ഹിന്ദുവിലുള്ള ഈ വിവരം വായിച്ച് മനസ്സിലാക്കാൻ തന്നെ കുറെ സമയം എടുക്കും. വേണ്ട, 1 സെക്കൻഡ് കൊണ്ട് ഒരു ഫോട്ടോ എടുക്കുന്നു, അത് മലയാളത്തിലേക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആക്കുന്നു. ഇനി നിങ്ങൾ ഒരു ലേഖകനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു ലേഖനമായിട്ട് ഇന്നൊരു കലാകൗമുദിൽ പ്രസിദ്ധീകരിക്കുന്നത് വളരെ ഗംഭീരം. അതെ അതെ, ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് AI-യുടെ. അപ്പൊ ഇത് ഇതിന്റെ ഒരു രീതിയാണ്. ഓക്കെ അല്ലേ? സെക്കൻഡുകൾ കൊണ്ടാണ്. നിങ്ങൾ നോക്കുക, ഞാനിത് അപ്ലോഡ് ചെയ്ത് മൗസ് കയ്യിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് അത് ഗംഭീരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി. ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, നിങ്ങൾക്ക് ഓരോ മനുഷ്യർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇടയിൽ ഒരു ചെറിയ സബ്ജക്റ്റ്. പലപ്പോഴും ഇത് നമ്മള് കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഭാഷ ക്ലിയർ ആയി വരുന്നുള്ളൂ എന്നുള്ള ഒരു പരാതി കേൾക്കുന്നു. അത് സത്യമാണോ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ആൾക്കാർ പറയുന്നതാണ്. നിങ്ങൾക്ക് ഇതിപ്പോ ചാറ്റ് ജി പി ടി ആണ് നമ്മളിത് ചെയ്തത്. ഇതിനേക്കാളും ഗംഭീരമായ മലയാള ഭാഷയിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഡീപ് സീക്ക് പോവുക. ഇനി ഇതിന്റെ ഭാഷ, അതിന് പ്രോംപ്റ്റുകളുണ്ട്. അത് നമുക്ക് ക്ലാസ്സിലൂടെ മാത്രമേ അത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഈ പ്രോംപ്റ്റ് ഇതിനെ നമ്മൾ കോപ്പി ചെയ്ത് കുറച്ചുകൂടി വൈകാരിക തീവ്രമായി വായിക്കുന്ന ആളിനെ സ്തംഭിപ്പിച്ചിരിക്കുന്ന രീതിയിൽ ഭാഷയിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു പോസ്റ്റ് ആക്കി മാറ്റി തരും. ഓക്കെ, അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറെ ടെക്നിക്കുകളും ട്രിക്കുകളും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഞാൻ ഇനി അടുത്തതിലേക്ക് ഒന്ന് വെക്കട്ടെ. ഓക്കെ അപ്പൊ നമുക്ക് ഇനി പൊതുവെ നമുക്കെല്ലാം ആശുപത്രി പോവുകയും മരുന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കൊരു ഈ ഡോക്ടറുടെ കുറിപ്പ് നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. അത് എന്ത് പറയുമെന്ന് അറിയാലോ? ഒന്ന് നോക്കിയാലോ? അതൊന്ന് നോക്കിയാലോ? ഓക്കെ 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 സർ, ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ ആ ഒരു കുറിപ്പ് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ, ഞാൻ നിങ്ങൾക്കിത് ഡോക്ടർ അടുത്ത് വെള്ളി ഇറങ്ങി നിങ്ങളുടെ ക്യാമറ കൊടുത്ത് ഫോട്ടോ എടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. വാട്സാപ്പിൽ ഫോട്ടോ എടുക്കുന്ന പോലെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ വോയിസിൽ മലയാളത്തിൽ ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരും. ഇതിപ്പോ കമ്പ്യൂട്ടർ ആയതുകൊണ്ടാണ് കുറച്ച് ഇത് വരുന്നത്. എവിടെയാണ് ഞാൻ കണ്ട ആ കുറിപ്പ്, ഡോക്ടറുടെ കുറിപ്പ് കാണുന്നില്ലല്ലോ. ഈ OP കാർട്ടിൽ പറയുന്ന വിവരങ്ങൾ മലയാളത്തിൽ ഒന്ന് പറഞ്ഞു തരണം. അസുഖത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ചു തരണം. അത് പറഞ്ഞ് വന്നു കഴിഞ്ഞു. ഞാൻ ഇട്ട സമയത്ത് തന്നെ വന്നു. ഇത് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ BH കോഴിക്കോട് നൽകിയ ഒരു OP ടിക്കറ്റാണ്. അസുഖം ഇത് ഇന്നതാണ് അസുഖം, ബോധം നഷ്ടപ്പെട്ടിട്ടില്ല, ഇതൊക്കെയാണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത്. ഛർദിയില്ല, രോഗലക്ഷണങ്ങൾ വേദന ഉള്ളത് മുട്ടിനാണ്, ഒടിവിന് പരിക്കുകൊണ്ട്, നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നു, മരുന്ന് ഇത് 2 ദിവസം 2 നേരം കഴിക്കണം. പിന്നെ ടോപ്പ് രോഗിക്ക് മുട്ടിന് പരിക്കേറ്റതായി കാണുന്നു, പ്രധാനമായി വീക്കവും വേദനയും കൊണ്ട് എക്സ്റേ എടുത്താൽ പരിക്കിന്റെ ഗൗരവം മനസ്സിലാക്കാം. പക്ഷെ രോഗിക്ക് എക്സ്റേക്ക് തയ്യാറായിട്ടില്ല, അതും ഡോക്ടർ എഴുതി വെച്ചിട്ടുണ്ട്. വേദനയ്ക്കായി ഡൈസ്ട്രോ പോലുള്ള വേദന സംഹാരികളും മരുന്നുകളുമാണ് നൽകിയിട്ടുള്ളത്. എക്സ്റേ എടുക്കാൻ തയ്യാറാകുന്നത് നല്ലത്. എന്നിട്ട് ഇങ്ങോട്ട് പറയുക, നമ്മൾ ഉപദേശിക്കുകയാണ് എക്സ്റേ എടുക്കാൻ തയ്യാറാകുന്നത് നല്ലതായിരിക്കും, കാരണം അസ്ഥിക്ക് പൊട്ടലോ അകത്തളങ്ങളിൽ പരിക്കോ വല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റുമെന്നാണ്. എങ്ങനെയുണ്ട്? നമ്മൾ ആ ചെറിയ കുറിപ്പിൽ നിന്ന് ഡോക്ടർ എഴുതിയോ എന്ത് വായിക്കാൻ പോലും പറ്റില്ല, ഇംഗ്ലീഷിലാണ് വായിക്കാൻ പോലും പറ്റില്ല, അത് വായിച്ചെടുത്ത് കയ്യക്ഷരമാണ്. ഡോക്ടർ എഴുത്തറിയാമല്ലോ, കക്കർ ബുക്കറാന്ന് എഴുതി വരുന്ന ആ കക്കർ ബുക്കറ എഴുതി വരുന്ന സാധനം വളരെ സൂക്ഷ്മമായി വായിച്ചിരിക്കുന്നു. വായിച്ചിട്ട് അത് നമുക്ക് പറഞ്ഞിരുന്നു.
നമുക്ക് എന്തും സാധ്യമാണ്. നിങ്ങൾക്ക് ഏത് അറ്റം വരെ വേണമെങ്കിലും ഉയരാൻ പറ്റും. നിങ്ങളുടെ മനസ്സിനകത്ത് സ്വപ്നങ്ങൾ മാത്രം മതി. നിങ്ങളൊരു ബിസിനസ്സുകാരനോ സംരംഭകനോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിയാണ്. ഞാൻ ഈ പറയുന്നു, ChatGPT എന്ന് പറയുന്നത് അമേരിക്കയിലെ ChatGPT 3.5 അമേരിക്കയിലെ MBBS തുല്യമായ പരീക്ഷ എഴുതിച്ചപ്പോ 3.5 കിട്ടിയത് 80% മാർക്ക്. ChatGPT 4 കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചപ്പോൾ ChatGPT 4 കിട്ടിയത് 99% മാർക്ക്. അമേരിക്കയിലെ ഒരു ഡോക്ടറിന്റെ ഏറ്റവും കൂടിയ മാർക്ക് എന്ന് പറയുന്നത് 85%. അമേരിക്കയിലെ ഏറ്റവും മികച്ച ഡോക്ടറിനെക്കാളും അറിവുള്ള സാധനമാണ് നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്ന ChatGPT ഇരിക്കുന്ന ഈ ഡോക്ടർ അല്ലേ? ഞാൻ നേരത്തെ വാട്സാപ്പ് നമ്പർ തന്നു. അതുപോലെ വാട്സാപ്പ് ഒരു ഡോക്ടറെ വാട്സാപ്പ് നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടറോട് ചോദിക്കും, ഒരു ഫാമിലി ഡോക്ടർ പോലെ മലയാളത്തിൽ ചോദിക്കാം, മലയാളത്തിൽ ഉത്തരം തരും. ഓക്കെ, അങ്ങനെയുള്ള ഒത്തിരി നമ്പറുകളുണ്ട്. അപേക്ഷ എഴുതാനും എല്ലാം. നിങ്ങളുടെ ഒരു സ്ഥലത്ത് പോയി ഒരു പെട്ടെന്ന് പറയാണ് ഒരു അപേക്ഷ എഴുതി തരാം, നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അത് പറഞ്ഞാൽ മതി, സെക്കൻഡുകൾ കൊണ്ട് അത് എഴുതിത്തരും, ഏത് ഭാഷയിൽ വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള എന്ത് കാര്യവും സാധ്യമാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കത് നിർത്തിയിട്ട് നമുക്ക് വേറെ ഇതെല്ലാം ടെക്സ്റ്റുകൾ കൊണ്ടുള്ളല്ലോ, അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ കൊണ്ടുള്ള സാധനമല്ലേ. പടങ്ങൾ വരയിപ്പിക്കാം, പടം വരച്ചു തരും. നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാര് എന്തെങ്കിലും? എന്ത് പ്രോഡക്റ്റ് ആണ് സാറിന്റെ ഇത്? എന്താണ് പ്രോഡക്റ്റ്? ഹെയർ ഓയിൽ. സാറിന്റെ ഹെയർ ഓയിലിന് ഒരു ഹെയർ ഓയിലിന്റെ പേരെന്താണ്? പാം ജ്യൂസ്, റിഗെയിൻ ഹെയർ ഓയിൽ. റിഗെയിൻ, REGAIN. കമ്പനി നെയിം പാം റിഗെയിൻ, REGAIN. റിഗെയിൻ ഹെയർ ഓയിലിന് ഒരു മനോഹര, ഇത് നമ്മളൊരു സാമ്പിളാണ്. അതിനകത്ത് നല്ല പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗംഭീരമായിട്ട് ഒരു സാധനം ചെയ്തു തരും. നമുക്കൊന്ന് നോക്കാം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോസോഫ്റ്റ് ഡിസൈനർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് ഞാനൊന്ന് പോകുന്നു. മൈക്രോസോഫ്റ്റ് ഡിസൈനർ. ഹെയർ ഓയിൽ ബോട്ടിൽ ഒന്ന് തയ്യാറാക്കി തരിക. ആ ബോട്ടിലിൽ ഒരു ഇന്ത്യൻ സ്ത്രീയുടെ ചിത്രം, നല്ല മുടിയുള്ള ഇന്ത്യൻ സ്ത്രീയുടെ ചിത്രം വേണം. റിഗെയിൻ ഹെയർ ഓയിൽ എന്ന് എഴുതിയിരിക്കണം. REGAIN, റിഗെയിൻ ഹെയർ ഓയിൽ. ബോട്ടിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൈറ്റ് ഓൺ ഇറ്റ് പിക്ചർ, prepare a bottle of Regain hair oil, right on it picture of the Indian woman. നമുക്കൊന്ന് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെ വരും. ഇതിനകത്ത് സൈസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ അതൊന്നും കൊടുക്കുന്നില്ല. നമ്മളൊന്ന് തൽക്കാലം ഒന്ന് ചെയ്യാണ് നമ്മളിത്. അയ്യോ, ഞാൻ ബോട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പിക്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. റിഗെയിൻ ഹെയർ ഓയിലിന് നോക്കുക, 4 ചിത്രങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതാ ഒന്നും റിഗെയിൻ ഹെയർ ഓയിൽ കണ്ടോ? ഇത് നമ്മളെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. സെക്കൻഡുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത് റിഗെയിൻ ഹെയർ ഓയിൽ. വളരെ ഗംഭീരമായി.
ഇത് ഗംഭീരമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വെറും ഒരു സെക്കൻഡ് കൊണ്ടാ, വെറും ഒരു മിനിറ്റ് പോലും എടുത്തിട്ടില്ല അതിന് പ്രോംപ്റ്റ് കൊടുക്കാൻ. ഇതിന് വേണ്ടി നിങ്ങൾ സാർ ഇത് അതിഗംഭീരമല്ല സാറേ. 10 മിനിറ്റ് ചെലവാക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. ഓക്കെ, ഇത് നമ്മൾ വെറും സെക്കൻഡ് കൊണ്ടാ അല്ലേ? ഇത് പറയൂ പ്രോംപ്റ്റ് കൊടുക്കുന്നത് വോയിസ് ടൈപ്പിംഗ് ആയിട്ടാണോ എങ്ങനെ കൊടുക്കുന്നത്? എവിടെയാ കൊടുക്കുന്നത് കാണിച്ചില്ലല്ലോ. പ്രോംപ്റ്റ് ഞാനീ പറയുന്നത് വോയിസിനെ ടെക്സ്റ്റ് ആക്കിയിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാണ്. അത് ശരി, വോയിസ് ടെസ്റ്റ് ആക്കിയിട്ട് പേസ്റ്റ് ചെയ്യാണ് അല്ല അവിടെ വോയിസ് ഡയറക്റ്റ് ആയിട്ട് വോയിസ് ആയിട്ട് കൊടുക്കാനുള്ള സംവിധാനമുള്ള. ഞാനിപ്പോ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിന് വേണ്ടിയൊക്കെയാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ഇത് നിങ്ങളുടെ ഒരു ഇതുപോലെ നിങ്ങൾക്ക് ബ്രോഷർ ഉണ്ടാക്കാം. ഈ റിഗെയിൻ ഹെയർ ഓയിലിന് നിങ്ങൾക്ക് ബാങ്ക് ലോൺ അപ്ലൈ ചെയ്യണം. അപ്പൊ പറയാണ് 1 കോടി രൂപയുടെ നിങ്ങളുടെ ഹെയർ ഓയിൽ നല്ല സാധനമാണ്, വലിയ ലോക വിപണിയിൽ കീഴടക്കാനുള്ള സാധ്യതയുണ്ട്, ഒരു പ്രോജക്ട് റിപ്പോർട്ട് കൊണ്ടുപോവാ. അപ്പൊ പ്രോജക്ട് റിപ്പോർട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആരെ അടുത്ത് കൊണ്ടാ 15 മിനിറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് കൊടുത്ത് നിങ്ങൾ വേണ്ട വിവരങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിഗംഭീരമായ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി തരും. അതിഗംഭീരമായ ഒരു പ്രോജക്റ്റ് എന്തും സാധ്യമാണ്. നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും നാണയ വിളയോ വിളകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിളകളോ കൃഷി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? കൃഷിക്കാര്, കർഷകര് എന്ത് കൃഷി ചെയ്യുന്നു? എന്ത് കൃഷി ചെയ്യുന്നു? ഇഞ്ചി കൃഷി ചെയ്യുന്നു, മില്ലറ്റ് കൃഷി ചെയ്യുന്നു. ഇഞ്ചി കൃഷി ചെയ്യുന്നു. എള്ള് കൃഷി ചെയ്യുന്നു. ഇഞ്ചിയൊക്കെ കൃഷി ചെയ്യുന്നു. അപ്പൊ നിങ്ങളെ ഇഞ്ചിയെ നിങ്ങളുടെ അച്ചമ്മ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുക. നിങ്ങൾ ഇഞ്ചി കൃഷി ചെയ്യുകയാണ്, ഇഞ്ചിക്ക് വില കുറവാണ്. നിങ്ങൾ ഇഞ്ചിയെ ചുക്കാക്കി മാറ്റാനായിട്ട് തീരുമാനിക്കുന്നു. ചുക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക എന്താണ് നല്ല സാങ്കേതിക വിദ്യ? എയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. ഇനി നിങ്ങൾ അത് ചുക്കാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിക്കുക, ഇഞ്ചിക്ക് ഇന്നത്തെ വില എത്രയാണ്? ഇന്ന് ഇഞ്ചി വിൽക്കുന്നതാണോ നല്ലത്? ഇത് ചുക്കാക്കി വിൽക്കുകയാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, അപ്പോഴെത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് പറയുന്നത് എങ്ങനെയാ? ഊഹിച്ചും ഒന്നുമല്ല, ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകളുണ്ട്, വിപണിയെ നിയന്ത്രിക്കുന്ന ഡാറ്റകളുണ്ട്. ഈ ഡാറ്റകളെല്ലാം പരിശോധിച്ച് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരും. അത് മെറ്റായി അത് ചെയ്തു തരും. അപ്പൊ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, മഴ കൃഷിക്ക് ഇപ്പൊ മഴ വളരെ ആശ്രയിച്ചും അത് നമുക്ക് ശല്യമായിട്ടും ഉണ്ടാവും. അപ്പൊ അത് നമ്മള് അതിനെ കുറിച്ചൊന്ന് അറിയാൻ, അതിനെ കുറിച്ച് അറിയാൻ, കാലാവസ്ഥയെ കുറിച്ച് അറിയണമെങ്കിൽ കാലാവസ്ഥയെ കുറിച്ച് നമ്മൾ ചോദിച്ചാൽ മതി. നമ്മൾ മെറ്റയോട് നമുക്ക് ചോദിച്ചു നോക്കാം, ഇന്ന് ഈ വരുന്ന 2 ദിവസത്തെ കാലാവസ്ഥ എങ്ങനെ ആയിരിക്കുമെന്ന്, എന്താണെന്ന്. ഇതൊക്കെ നമ്മൾ ടൂളുകൾ തിരഞ്ഞെടുക്കുന്നതില് പ്രത്യേകതയുണ്ട്, ഏത് സാധനം. അപ്പൊ ഇപ്പൊ നമ്മൾ ചാറ്റ് ജിപിറ്റിയോട് നിങ്ങൾ ഈ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ജിപിറ്റി ഇതിന് ഉത്തരം തരില്ല. എനിക്ക് പറഞ്ഞോളൂ. ജെമിനിയോട് ചോദിച്ചാൽ അത് പറഞ്ഞ പറ്റില്ല. ഇതിന് മെറ്റയാണ്. മെറ്റയോട് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റ ചിലപ്പോ പറഞ്ഞുതരും. ഞാൻ ഇമേജ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ഞാൻ അതിനെ ഒഴിവാക്കുന്നു. നമ്മളെ മറ്റേ ഇപ്പൊ ചോദിച്ച സഹോദരിയുടെ പേരെന്താണ്? ബിജി ചോദിക്കുകയാണ് ഇതിന്റെ കാലാവസ്ഥ എങ്ങനെയാണ് എന്ന്. നമുക്ക് സമയം കഴിഞ്ഞു കേട്ടോ. ഞാൻ ആ കാലാവസ്ഥയോട് ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, ഇത് അനന്ത വിശാലമാണ് ഇതിന്റെ രംഗം. നമ്മൾ ചോദിക്കുകയാണ്. സാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? പെട്ടെന്ന് ചോദിക്കണം. സാർ നമ്മൾ ഓഡിയോ റെക്കോർഡിംഗിന് നമുക്ക് പറ്റിയ ആപ്പ് ഏതാണുള്ളത്? ഓഡിയോ റെക്കോർഡിംഗ് വിത്ത് മ്യൂസിക്, കരോക്കെ എടുത്ത് നല്ലാണ്ട് പാട്ട് പാടുന്നവർക്ക് അത് ഇതിൽ പറ്റുമോ? ചാറ്റ് ജിപിറ്റി പോലെ ഇതിൽ പറ്റുമോ? അതിന് പ്രത്യേകം 11 ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. അതിനകത്ത് നിങ്ങൾ, ഞാൻ ബാൻഡ് ലാബാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ അത് പെയ്ഡ് ആണ്. ഫ്രീ വേർഷനിൽ എല്ലാമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ഉപയോഗിക്കാനൊക്കെ ഉള്ള ചില ഷോർട്ട് കട്ടുകളുണ്ട്. അതെല്ലാം നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോ നമ്പർ കോൺടാക്ട് ഇടാൻ പറ്റുമോ? സാറിന്റെ നമ്പർ പേഴ്സണൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങള് നമ്മുടെ ഗ്രൂപ്പിലുണ്ടല്ലോ, ഗ്രൂപ്പിൽ നമ്മളിത് ഓപ്പൺ ചെയ്യും. പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് ഓപ്പൺ ചെയ്യും.
പേഴ്സണലായിട്ട് കാരണം എനിക്ക് എല്ലാ ദിവസവും ക്ലാസ്സും മറ്റും ഒരുപാട് ജോലിയും തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പേഴ്സണൽ നമ്പർ തരിക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനൊരു ഇഞ്ചി കർഷകനാണ്. ഇഞ്ചി കൃഷി ചെയ്യാൻ മഴ ആവശ്യമാണ്. വരുന്ന 2 ആഴ്ചക്കുള്ളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ? കോഴിക്കോടാണ് എന്റെ സ്ഥലം. നമ്മളിത് മെറ്റായോട് ചോദിക്കുകയാണ്. അത് വിവരങ്ങൾ തിരക്കിക്കൊണ്ട് വന്നു ഉത്തരം വന്നു. മാർച്ച് 17-ാം തീയതി 20 ചാൻസ്, മാർച്ച് 18-ാം തീയതി മഴ പെയ്യാനുള്ള ചാൻസ് കണ്ടോ? ഇതിനാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ വായിക്കാം. എന്ത് പറ്റി? സെക്കൻഡുകൾ കൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇതാണ് എന്തും സാധ്യമാണ്, ഏതും സാധ്യമാണ്. അത് ഞാൻ തൽക്കാലം നമ്മുടെ സമയം കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. നിങ്ങളെല്ലാം ഒരുപാട് പേര് വളരെ സജീവമായി ഇടപെട്ട് എല്ലാവർക്കും നന്ദി. നമ്മുടെ 2 മാസത്തെ ദൈർഘ്യമുള്ള ഒരു കോഴ്സ് ഉണ്ട്. ഏതാണ്ട് 10-20,000 രൂപ വരെ ഫീസുള്ള കോഴ്സാണ്. അത് വളരെ തുച്ഛമായ ഒരു ഫീസിലാണ് പഠിപ്പിക്കുന്നത്. താല്പര്യമുള്ളവർ ആരെയും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ ഏത് സെക്ടറിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ സെക്ടറിൽ, ആ മേഖലകളിൽ നിങ്ങൾ അതിഗംഭീരമായ ഒരു വികാസത്തിന് ഈ ടൂള് സഹായിക്കും. അത് ഞങ്ങൾ ഉറപ്പു തരുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുന്നതിന് വേണ്ടി ഞാൻ പങ്കജാക്ഷ സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. സോറി, ശ്രീലത റജി, ഗുരുജ്യോതി, ശ്രീലത രജി, ഗിരിജൻ പി. ചോദിക്കും ഓരോരുത്തരായിട്ട്. രാകേഷ് ഉണ്ട്, ചോദിക്കും. പെട്ടെന്ന് സമയമില്ല. സാർ, ഇപ്പൊ നമ്മളിത് ചെയ്യുമ്പോ നമ്മൾ ഇതിനെല്ലാത്തിനും ഓരോരോ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണോ, അതോ ഒരേ ആപ്പിലുണ്ടോ? കോമൺ ആയിട്ടുള്ള ആപ്ലിക്കേഷനും ഉണ്ട്. സ്പെഷ്യൽ ഇപ്പൊ നമ്മൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന, പോസ്റ്റർ ഉണ്ടാക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ, അതിനെല്ലാം പ്രത്യേക ആപ്ലിക്കേഷനും ഉണ്ട്. കോമൺ ആയിട്ടുള്ളതും. അതെങ്ങനെ നമ്മൾ അറിയാതെ ഇതാണോ ഈ ആപ്ലിക്കേഷൻ ആണോ അല്ലേ എന്നുള്ളത്? അതേസമയം മറ്റു മൈക്കുകള് ചോദിക്കുന്ന ആളുടെ മൈക്ക് മാത്രമാണ്. സാർ, ഇതിൽ നമ്മൾ എങ്ങനെ അറിയാം ഇത് ഇന്ന ആപ്ലിക്കേഷൻ ഇന്ന ആണ് യൂസ് ചെയ്യുന്നത്? അതിനാണ് ഒരു കോഴ്സിന്റെ പ്രസക്തി വരുന്നത്. ഒരുപാട് മൈക്കുകൾ ഓണാണ്. സാർ, ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ സാറ് മൈക്ക് ഗിരിജൻ പി ചോദിക്കുകയാണെങ്കിൽ ഗിരിജൻ പി സാർ പറയൂ. ഉപയോഗിച്ച് എന്റെ ബാല്യകാലത്ത് ഒരു ചിത്രം വരച്ചു തരാൻ ആവശ്യപ്പെടാൻ പറ്റുമോ? തീർച്ചയായിട്ടും. സാറിന്റെ പടം കൊടുത്തു കഴിഞ്ഞാൽ സാറിന്റെ ബാല്യകാലം മുതൽ ഇന്ന് വരെയുള്ള രീതിയിൽ വരച്ചേരും. സാറിന്റെ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇന്ന് കളിക്കുന്ന പടം വരെ തയ്യാറാക്കി തരും. താങ്ക് യു. ഓക്കെ. ഇനി ഗുരുജ്യോതിയുണ്ട്. ശ്രീലത രജി, അബദ്ധത്തിൽ പറ്റിയതാണോ? രണ്ട് മാസത്തേതാണ് നമ്മളിപ്പോൾ നടത്തുന്ന കോഴ്സ്. 3 ബാച്ചുകൾ കഴിഞ്ഞു. 4ാമത്തെ ബാച്ചാണ് അടുത്ത ബാച്ച്. 2 മാസം എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8 മണി മുതൽ 9 മണി വരെയാണ് ഈ ക്ലാസ് നടക്കുന്നത്. ഗൂഗിൾ മീറ്റ്, ഇതുപോലുള്ള ഗൂഗിൾ മീറ്റ് വഴിയാണ്. ഇനി ഈ ക്ലാസ്സിന് പുറമേ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പ്രാക്ടിക്കൽ, സാധാരണ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്ന ആളുകൾ ചെയ്യാത്ത ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായി
നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നേരിട്ട് വന്ന് പഠിക്കണമെങ്കിലും പ്രായോഗികമായി പരിശീലിക്കാനുള്ള സൗകര്യങ്ങളും നമ്മൾ ഈ കോഴ്സിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏകദേശം ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് 30,000 രൂപയാണ് ഈ കോഴ്സിന് ചിലവ് വരുന്നത്. നമ്മളത് 3,000 രൂപയ്ക്കാണ് 2 മാസത്തെ കോഴ്സ് പഠിപ്പിക്കുന്നത്. ഇതിൽ സജി സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാധാരണ ഇപ്പോൾ ഈ മെറ്റ എന്ന് പറഞ്ഞ ഒരു സംഭവം ചോദിച്ചു, നമ്മുടെ വാട്സപ്പിൽ തന്നെ ഉള്ള ഒരു സാധനമാണത്. ഈ മെറ്റ മുതൽ ഈ നേരത്തെ പറഞ്ഞ ഏത് കാര്യവും, പിന്നെ സജി സാറ് പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഈ കോഴ്സിൽ ചേർന്ന് കുറേ വിഷയങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ നിൽക്കുന്ന മേഖല, ഇപ്പോൾ കാർഷിക മേഖലയായാലും, നേരത്തെ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നാലും, ഒരു പ്രോജക്റ്റ് ഓഫീസറായാലും, ഒരു സയൻറ്റിസ്റ്റ് ആയാലും, അതുപോലെ തന്നെ ഒരു കർഷകനായാലും, ഒരു വിദ്യാർത്ഥി ആയാലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒഫീഷ്യൽ ജോലികൾ ചെയ്യുന്നയാളായിരുന്നാലും, ആർക്കായിരുന്നാലും ഈ കോഴ്സിൽ ചേരാം. കാരണം ഇവർക്കെല്ലാം സഹായകമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ 10ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എയുടെ കോഴ്സ് കഴിഞ്ഞ ആളാണ്. ഇപ്പോൾ എനിക്ക് ലോകത്തിലെ ഏത് ഭാഷ വേണമെങ്കിലും എനിക്ക് കൈകാര്യം ചെയ്യുവാൻ വേണ്ടി കഴിയും. മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ ഇപ്പോൾ കനേഡിയൻ ഭാഷയാണോ, ഇംഗ്ലീഷാണോ, ഹിന്ദിയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ മതി, കേൾക്കുന്ന ആളുകൾക്ക് അത് ആ ഭാഷയിലേക്ക് കേൾക്കാൻ വേണ്ടി കഴിയും. അതുപോലെ എന്ത് കാര്യമെന്നാലും സജി സാർ നേരത്തെ 1-2 ഉദാഹരണങ്ങൾ കാണിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഈ ചോദിക്കാൻ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അവനോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കണം, എങ്ങനെ ചോദിക്കണം എന്നുള്ളതും പഠിക്കണം. ഇനി AI തരുന്നൊരു സാധനത്തിന് നമ്മുടേതല്ലാതായി മാറ്റണമെങ്കിൽ, നമ്മുടേതായി മാറ്റണമെങ്കിൽ അതിൻ്റെ വിദ്യകളുണ്ട്. ഇപ്പോൾ AI ഉണ്ടാക്കിയ സാധനം അതിൻ്റെ ടെസ്റ്റ് ചെക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ AIയുടെ കോപ്പി എടുത്താണ് നമ്മളൊരു പ്രോജക്റ്റ് തയ്യാറാക്കി എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടി നമ്മുടേതായ രീതിയിൽ മാറ്റുന്ന വിധങ്ങൾ. അങ്ങനെ അടിസ്ഥാനപരമായി നമുക്ക് പിന്നെ അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ കോഴ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളൊരു ഓഫർ ഇവർക്ക് കൊടുക്കുന്നത് ലൈഫ് ലോങ് നിങ്ങൾക്ക്, ഇപ്പോൾ നമ്മളെ ഈ 3 ബാച്ചിലും പഠിച്ച ആളുകൾക്ക് തുടർന്ന് അവിടെ എത്ര കാലം വേണമെങ്കിലും ഇതിൻ്റെ അപ്ഡേറ്റുകൾ അവർക്ക് പ്രതിമാസം നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ടാവും. അങ്ങനെ കേവലം ഒരു AIയുടെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും അധികം കച്ചവട സാധനോട് പിന്നെ സാധ്യതയുള്ളൊരു സാധനമാണ്. അതിലുപരി അവർക്കൊരു സർവീസ് എന്നുള്ള നിലയിൽ കൊടുക്കുന്നു. 3,000 രൂപയാണ് നമ്മുടെ ഈ 2 മാസത്തെ കോഴ്സിൻ്റെ ഫീസ്. അത് ഈ കോഴ്സിൽ പങ്കെടുത്ത ആളുകൾക്ക്, ഒരു 25 ആളുകൾക്ക് നമ്മൾ 2,500 രൂപ, ഇപ്പോൾ 3 ദിവസത്തിനകം വെച്ച് നിങ്ങൾക്ക് അടച്ചു കഴിഞ്ഞാൽ 2,500 രൂപയ്ക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഈ കോഴ്സ് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ലിസ്റ്റ് നമ്മൾ ഈ ഗ്രൂപ്പിലിടും. താല്പര്യമുള്ള ആളുകൾ 2,500 രൂപ അടച്ച ശേഷം അടയ്ക്കേണ്ട അഡ്രസ്സും മറ്റു വിവരങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇടും. അത് അടച്ചതിന് ശേഷം സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ നമ്പർ തരും. 1, 2, 3 എന്ന് പറയുന്ന അഡ്മിഷൻ നമ്പർ തരും. അത് 25 വരെ അടയ്ക്കുന്ന ആളുകൾക്കാണ് 2,500 രൂപയ്ക്ക് കഴിയുന്നത്. മറ്റുള്ള ആളുകൾക്ക് 3,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ചേരാൻ വേണ്ടി കഴിയും. ഇതാണ് ഈ കോഴ്സിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെയല്ലേ ശാന്തമ്മ മാഡത്തിന്റെ ആ കോഴ്സ്? അത് തന്നെയാണ്. ഓക്കെ, ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഫീസ് അടച്ചിട്ടുണ്ട്. ഓക്കെ. ഹലോ സാർ, ഒരു സംശയം. 25 എന്ന് പറഞ്ഞ സാറ് തെറ്റിപ്പറഞ്ഞതാണോ? ഇനി 25 തെറ്റിപ്പറഞ്ഞതാണ്. 28-ാം തീയതിയാണ്. സാറേ ഒരു സംശയം, ഈ 25 പേർക്കാണ് ഈ 2,500 ആദ്യം ഫീസ് അടയ്ക്കുന്ന 25 ആളുകൾക്കാണ് 2,500 രൂപയുടെ സൗജന്യം അല്ലെങ്കിൽ സ്കോളർഷിപ്പോട് കൂടിയുള്ള അഡ്മിഷൻ. മറ്റുള്ള ആളുകൾ 3,000 രൂപ അടയ്ക്കേണ്ടിയുണ്ട്. ഏത് നമ്പറിലാണ്? ഈ വാട്സപ്പിലാണോ അടയ്ക്കുന്നത്? അത് ഗൂഗിൾ പേയിടും അക്കൗണ്ട് നമ്പരും പിന്നെ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലിടും. അതിൽ നിങ്ങൾക്ക് അയച്ചാൽ മതി. ഓക്കെ. ഈ കോഴ്സ് പിന്നെ എല്ലാം, അതായത് ഇപ്പൊ ഓരോ വിഭാഗം ആളുകൾക്കും പല ആവശ്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഫോട്ടോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ് എല്ലാം അല്ലെങ്കിൽ എല്ലാവരെയും പഠിപ്പിക്കും. ഇതെല്ലാം ഇതിലുണ്ട്. എല്ലാം ഇതിലുണ്ട് അല്ലേ? എല്ലാം ഉണ്ട്.
എല്ലാ കാര്യങ്ങളും എല്ലാവരെയും പഠിപ്പിക്കും. അതിൽ ഓരോരുത്തർക്കും സ്പെഷ്യലൈസ് ചെയ്യാനുള്ളത് സ്പെഷ്യലൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, കാരണം ഏത് ജോലി ആർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ എയുടെ ഏറ്റവും വലിയ സവിശേഷത. ഒരു ഫോട്ടോഗ്രാഫറിന് മാത്രമല്ല, ഫോട്ടോഗ്രാഫറിനെക്കാളും ഉപരിയായ ഒരു സാധാരണ മനുഷ്യനും അതേ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ നടക്കുന്ന ക്ലാസ്സുകളിൽ ഒരു ക്ലാസ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ഇതിന്റെ യൂട്യൂബ് ഇത് കഴിഞ്ഞ ശേഷം യൂട്യൂബിൽ നമ്മൾ ലോഡ് ചെയ്ത് യൂട്യൂബ് ലിങ്ക് പഠിക്കുന്ന ആളുകൾക്ക് ലഭിക്കും. അവർക്ക് അത് തുടർന്ന് കണ്ട് ബാക്കി കാര്യങ്ങൾ പഠിക്കാനും അറിയാനുമുള്ള സൗകര്യവും ലഭിക്കുന്നതാണ്. അതിന്റെ വീഡിയോ ക്ലാസ് കിട്ടും, വീഡിയോ ക്ലാസ്. പിന്നെ മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? ലീല അലക്സ്, ചോദ്യമാണോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഗുരുജ്യോതി മൈക്ക് ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല. ഗിരിജൻ സാറ് ചോദ്യം ചോദിച്ചെങ്കിൽ അത് ഒരിക്കൽ കൂടി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറും. അഭയകുമാർ പൊക്കാളി, ചോദ്യം ചോദിക്കാനാണോ? യെസ്, നമുക്കപ്പോ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അഭയകുമാർ, ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അല്ല, നിങ്ങളെ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. നിങ്ങളുടെ പേര്, ഗ്രൂപ്പിൽ ചേരുന്നവർ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് അയച്ച ശേഷം നിങ്ങളുടെ പേര്, അഡ്രസ്സ്, വാട്സപ്പ് നമ്പർ, ഇമെയിൽ, എല്ലാവർക്കും ഇമെയിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇമെയിൽ, ഈ 3 സാധനങ്ങൾ കൂടി ഫുൾ അഡ്രസ്സ് അതിനോടൊപ്പം ഇടണം. അപ്പോഴേക്കും അവർ അഡ്മിഷൻ നമ്പർ നൽകുന്നതാണ്. ഓക്കെ, ആർക്കെങ്കിലും ഇന്നത്തെ ദിവസത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു കമന്റ് പറയാം, നമുക്ക് അവസാനിപ്പിക്കാം. ആർക്ക് വേണമെങ്കിലും സ്വാഗതം. സാറേ, ഗൂഗിൾ പേ ഇല്ലാത്തവരെന്താ ചെയ്യുന്നു? ബാങ്ക് അക്കൗണ്ടിൽ അയക്കാമല്ലോ. ബാങ്ക് അക്കൗണ്ടിൽ അയക്കാം, ബാങ്ക് അക്കൗണ്ട് നമ്പരും ഇടും. ഓക്കെ. ഹലോ സാർ. ഹലോ സാർ, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയുകയാണെങ്കിൽ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സമയം കുറച്ചുകൂടി പരിമിതമായി, കുറച്ചുകൂടി സമയം വേണമായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് ഒന്നും ആവില്ല. എങ്കിലും എടുത്ത ക്ലാസ് വളരെ ഗംഭീരമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ആ മേഖലയിൽ കളിക്കുന്ന ഒരാളാണ്, ITR ക്ലാസ്സുകളിൽ പുറത്തെടുക്കുന്ന ആളാണ്. പക്ഷെ അത് ഞാൻ കേട്ടപ്പോൾ ഒരുവിധം നല്ല ഒരു ക്ലാസ് ആയിട്ടാണ് തോന്നിയത്. നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ, നമുക്ക് മേലോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം എല്ലാവരും ഉണ്ടായിട്ടുണ്ടാവും. വളരെ നല്ലതായി ആ താല്പര്യം ഉണ്ടാക്കലാണ് നിങ്ങളുടെ ക്ലാസിന്റെ ഉദ്ദേശം ഏറ്റവും നല്ലതായത്. അതിപ്പോ പഠിക്കാൻ താല്പര്യമില്ലാത്തവർ പോലും പഠിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാറിന്. ഏതായാലും വളരെ നല്ല ഒരു അറ്റംപ്റ്റ് ആണ് സാർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മാത്തമെറ്റിക്സ് ഓൺലൈൻ വഴി വിദേശത്തിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപിക ഉണ്ടായിരുന്നു, ലീല അലക്സ് എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിയിലൊരു മാഡം. അപ്പോൾ അവരും പിന്നെ നല്ല പ്രായമുള്ള ആളാണ്. എനിക്ക് എങ്ങനെയാണ് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ഈ സഹായിക്കുന്നതെന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു അവർ ജോയിൻ ചെയ്തത്. അവർ പറഞ്ഞത് അവരൊക്കെ ഇങ്ങനെ ദിവസങ്ങളോളം കുത്തിയിരുന്ന് ഓരോ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കുകയും ആൻസർ തയ്യാറാക്കുകയും പഠിപ്പിക്കുന്ന വിഷയങ്ങളും സിലബസും തയ്യാറാക്കുന്നതൊക്കെ അവർക്ക് വളരെ ലളിതമായി ഈസി ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ കമന്റ്. അതെ അതെ, അതിനുള്ള സാഹചര്യം ഉണ്ടല്ലോ. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്, റിട്ടയർഡ് AEO ആണ്, എഡ്യൂക്കേഷൻ ഓഫീസറാണ്, റിട്ടയർഡ് AEO ആണ് ഞാൻ. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഏതായാലും വളരെ ഇപ്പൊ ടെക്നോളജി ഇപ്പോഴല്ലേ വന്നത്. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഇനിയുള്ളവർക്ക് വലിയ ഗുണം ചെയ്യും കാര്യങ്ങളൊക്കെ. തീർച്ചയായും സാർ. അത് ഇപ്പൊ ഞങ്ങൾ ഇത് കവർ ചെയ്യുന്നത് സാധാരണഗതിയിൽ ആരും ചെയ്യാത്ത രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം നന്നായിരുന്നു സാർ, കുഴപ്പമില്ല, നന്നായിരുന്നു. നല്ലൊരു ഇംപ്രസീവ് ആണ് ക്ലാസ്സുകളൊക്കെ. പൂർണ്ണമായും ഈ ഒരു സാധാരണക്കാരന്, ഒരു സാമാന്യ ജ്ഞാനമുള്ള ഒരാൾക്ക്. ഇത് മാത്രമല്ല, ഞങ്ങള് ഒരു പരിപാടി, ഈ AI സാക്ഷരതാ യജ്ഞം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം കൂടിയാണിത്. 1,00,000 ആളുകളെ സൗജന്യമായി ഇത്തരം ഒരു 1 ഡേ ക്ലാസ്സുകൾ ഇപ്പൊ സാറിന്റെ പ്രദേശത്ത് വേണമെങ്കിൽ സാറിന് സംഘടിപ്പിക്കാം. അതെ, ഞാനിവിടെ ക്ലാസ് എടുക്കാറുണ്ട്. സീനിയർ സിറ്റിസൺമാർക്ക് ഞാൻ ഫ്രീ ആയിട്ട് പിന്നെ മൊബൈൽ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ ഈ മെറ്റ AI പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് എഡിറ്റിംഗ് ഇതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട് ക്ലാസ്സുകളൊക്കെ. അപ്പൊ ഇവിടെ ഞങ്ങൾ ഓഫ്ലൈൻ, ഇതിനിടയിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും. പിന്നെ സർട്ടിഫിക്കറ്റ് നമ്മളൊരു ഗെറ്റ് ടുഗദർ ഉണ്ടാകും. പിന്നെ ഇവിടെയൊക്കെ തീർച്ചയായും സാർ അറിയിച്ചാൽ ഞങ്ങൾ വരും, എന്തായാലും തീർച്ചയായും വരും. അപ്പോ പിന്നെ ഞങ്ങൾക്ക് വേണ്ട ഒരു അപ്ഡേഷൻ ഉണ്ട്, ഞങ്ങൾക്കും കിട്ടേണ്ട ഒരുപാട് അപ്ഡേഷൻസ് ഉണ്ട്. ആ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ വലിയൊരു ഉപകാരമാണ്. ഞാനും ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഏറ്റവും ഇതിനകത്തുള്ളൊരു ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് സജു സാറിന്റെ സാന്നിധ്യമാണ്.
സാറിന്റെ അവതരണം ബെസ്റ്റ് ആണ്. പെട്ടെന്ന് നല്ല സൂപ്പർ ക്വാളിറ്റി സൗണ്ട്, അതോടൊപ്പം തന്നെ അത് എക്സ്പ്രസ് ചെയ്യുവാനുള്ള കഴിവ്, അത് അറിയാനുള്ള കഴിവ്. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് എനിക്കറിയാം ഹൗ ടു ടീച്ച്, എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പൊ സാറ് ആ ഒരു അധ്യാപകന്റെ റോളിൽ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ നല്ല, എല്ലാവരും വളരെയധികം സാറിന്റെ ഉദാഹരണങ്ങളൊക്കെ പിന്നെ അതെ 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 നമ്മളെ സ്റ്റുഡൻസിനെ കയ്യിലെടുക്കാനും സ്റ്റുഡൻസിനെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കുവാനും കഴിയുകയാണ് ഒരു അധ്യാപകന്റെ കഴിവ് എന്ന് പറയുന്നത്. അവിടെ പുള്ളി വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ വിവരങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഇതിനകത്തിടുന്ന വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാല് ഞങ്ങൾ വിദേശത്തു നിന്നാണ് പങ്കെടുക്കുന്നത് കേട്ടോ, വിദേശത്തു നിന്നാണ്. അതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഒക്കില്ല. ഓഫ്ലൈൻ ഇല്ല സാർ, ഓൺലൈൻ തന്നെയാണ്. ഓഫ്ലൈൻ എന്ന് പറയുന്നത് അഡീഷണൽ ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഓഫ്ലൈൻ അല്ല, പൂർണ്ണമായിട്ടും ഓൺലൈൻ തന്നെയാണ്. എത്ര സമയം ഉണ്ടാവും ക്ലാസ്? ഒരു ദിവസം? ഒരു മണിക്കൂർ ഒരു ദിവസം. ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഉള്ളൂ. ചൊവ്വയും വ്യാഴവും രാത്രി 8 മണി മുതൽ 9 മണി വരെയാണ്. ഇത് കഴിഞ്ഞ ബാച്ചില് ഹോളണ്ടിൽ നിന്നും പിന്നെ US നിന്നും പിന്നെ അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഈ കോഴ്സിൽ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. സജീവകുമാർ സാറിന്റെ ഒരു പ്രത്യേകത, ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോ എല്ലാവർക്കും നന്ദി. അവസാനിപ്പിക്കാമല്ലോ, സാറിന് വീട്ടിൽ പോകേണ്ട കാര്യമുണ്ട്. അപ്പൊ എല്ലാവരെയും തിരുവനന്തപുരത്തേക്ക് വരുമ്പോ സ്വാഗതം, ശാന്തിഗ്രാമിലേക്കും. ഒപ്പം എല്ലാവർക്കും നന്ദി. ശാന്തിഗ്രാം എവിടെയാണ്? തിരുവനന്തപുരത്ത് എവിടെയാണ്? വിഴിഞ്ഞത്തിന് അടുത്ത ചപ്പാത്ത്, വിഴിഞ്ഞത്തിനും പൂവാറിനും മധ്യയുള്ള സ്ഥലമാണ് ചപ്പാത്ത്. ഇപ്പോഴത്തെ അദാനി പോർട്ടില്ലേ, ആ പോർട്ടിന്റെ മുറ്റത്താണ് ശാന്തിഗ്രാം. ശാന്തിഗ്രാമിന് വളരെ വളരെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്നില്ല. വിഴിഞ്ഞത്തിനും ഏതിനും അടയ്ക്കാം സാറേ? വിഴിഞ്ഞത്തിനും പൂവാറിനും മധ്യയുള്ള സ്ഥലമാണ്. ഈ ആഴിമല എന്ന് കേട്ടിട്ടുണ്ടാവും, പുളുങ്കുടി ആഴിമല, ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലം അതിനടുത്താണ്. തിരുവനന്തപുരം വരുമ്പം ഇങ്ങോട്ട് വരാം. തീർച്ചയായും സൗകര്യം ഇവിടെ ഉണ്ട്. മിനിമം സൗകര്യങ്ങളാണ് ഉള്ളത്. ബസ് റൂട്ടുള്ള സ്ഥലമാണോ സാറേ? എന്തേ, ബസ് റൂട്ടുള്ള സ്ഥലമാണോ? ആണ് ബസ് റൂട്ട്. വിഴിഞ്ഞം, പൂവാർ, കളിയിക്കാവിള എന്നൊക്കെ പറയുന്ന ബസ് റൂട്ട് ധാരാളം ഉള്ള റൂട്ടാണ്. അതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടില്ല. രാവിലെ 5:30 മണി മുതൽ രാത്രി ഏകദേശം 11 മണി വരെ ബസ്സുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു.